ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഡിസംബർ മാസം 17 വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 48ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ വന്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നത് സാത്താനിക മഹോപദ്രവം എന്ന വിഷയത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നാം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുള്ള ബന്ധത്തിലാണ് നാം ഇപ്പോൾ പഠനത്തിലായിരിക്കുന്നത്. അതിൽ നാം വളരെ കാര്യമായി ചിന്തിച്ചത് ഈ മഹോപദ്രവ സമയത്ത് അഥവാ 3.5 വർഷക്കാലം സാത്താനിക മഹോപദ്രവം, സാത്താൻ പരാജയത്തിനായി ഭൂമിയിലേക്ക് വീണ് കഴിയുമ്പോൾ അവൻ കോപത്തോടെ വന്ന് യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗം വായിച്ചാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ പൂർത്തീകരിച്ചത്. അപ്പോൾ ഈ മഹോപദ്രവം, സാത്താനിക മഹോപദ്രവം 3.5 വർഷമാണെന്നും അന്ന് 2 സാക്ഷികൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളതും അവര് ദൈവകൽപ്പന പ്രമാണിക്കുന്ന ഒരു സാക്ഷിയുടെ സമൂഹത്തെയും യേശുവിൻ്റെ സുവിശേഷത്തെ അനുസരിക്കുന്ന, അതിനെ മുറുകെ പിടിക്കുന്നവരായ മറ്റൊരു സാക്ഷിയുടെ സമൂഹത്തെയുമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 സാക്ഷികൾ കേവലം 2 വ്യക്തികളല്ല, 2 സമൂഹങ്ങളാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. കാരണം ഇത് ഒരു വ്യക്തി, മോശയോ ഏലിയാവോ ഹാനോക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ പഠനത്തിൽ സെക്കരിയ പ്രവചനം 4-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ, പൊന്നു കൊണ്ടുള്ള വിളക്ക് തന്നെയുള്ള ബന്ധത്തിൽ തലയ്ക്കൊരു കുടം, അതിനോടുള്ള ബന്ധത്തിൽ 7 വിളക്കുകൾ, കുഴലുകൾ, ഇരുപുറത്തും സൈഡിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങൾ എന്താണെന്ന് നാം ചിന്തിച്ചത്, ഇന്നലെ രാത്രി നാം ചിന്തിച്ചത് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് സംശയം കൂടാതെ തന്നെ സെക്കരിയാവ് ആലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ കണ്ടതും പുതിയ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ കാണാനുള്ള വിശുദ്ധന്മാരെയാണ് താൻ തൻ്റെ ദർശനത്തിൽ കണ്ടത്. കാരണം അവിടെ പ്രവാസത്തിൽ നിന്ന് വന്നവർ പണിയുന്നത് സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ആലയം പണിതപ്പോൾ അതിൻ്റെ ആലയത്തിൻ്റെ മന്ദിരത്തിൻ്റെ പണിയെക്കുറിച്ചും ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള കാഴ്ചപ്പാടാണ് അതിൽ കൊടുത്തത്. അത് നിത്യതയിൽ നിലനിൽക്കാൻ പോകുന്ന പുതിയ യെരൂശലേമിനോടുള്ള ബന്ധത്തിലുള്ള ദർശനമാണ് പഴയ നിയമ പ്രവാചകനായിരിക്കും സെക്കരിയാവിന് കൊടുത്തത് എന്നുള്ളത് നാം ഇന്നലെ ചിന്തിപ്പാനായിട്ട് നമ്മൾ ചിന്തിച്ചു. തുടർന്ന് നാം ചിന്തിക്കുന്നത് ഈ 1260 ദിവസമാണ് 3.5 വർഷക്കാലം ഭൂമിയിൽ മഹോപദ്രവം, സാത്താനിക മഹോപദ്രവമാകുമ്പോൾ അതിനു മുമ്പ് നാം ചിന്തിച്ചത് അതിനോട് മധ്യാകാശ പ്രത്യക്ഷത കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മണവാട്ടി സഭ അഥവാ ആദിയാകന്മാരുടെ സഭ സ്വർഗ്ഗാസുരഗതിനെ കുറിച്ച് നാം ചിന്തിച്ച് അവിടെ ചെയ്യുന്ന സ്വർഗീയ ശുശ്രൂഷകളെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞതോടുകൂടി അതിനോട് ആ സമയത്തോടനുബന്ധമായിട്ടാണ് സാത്താനിക മഹോപദ്രവം നടക്കുന്നത്. അപ്പോൾ സഭ എടുക്കപ്പെട്ട ശേഷമായി നാം ചിന്തിച്ചത് എടുക്കപ്പെടുന്ന സഭ എവിടെയാണെന്നുള്ളതും എന്ത് ചെയ്യുന്നുള്ളതും നാം മനസ്സിലാക്കി. 4 ജീവികളോടും 24 മൂപ്പന്മാരോടും 7 ദീപങ്ങളോടുള്ള ബന്ധത്തിൽ, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ബന്ധത്തിൽ എടുക്കപ്പെടുന്ന സഭ സ്വർഗ്ഗാസുരഗത്തിൽ ഉണ്ടെന്നുള്ളത് ആലങ്കാരികമായി സദൃശ്യപ്പെടുത്തി ഉണ്ടെന്നുള്ളതും, അധികാരത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, തേജസ്സിനോടുള്ള ബന്ധത്തിൽ സ്വർഗ്ഗാസുരഗത്തിൽ ഉണ്ടെന്നുള്ളതാണ് നാം അത് ചിന്തിച്ചത്. അതിനോടനുബന്ധമായി നടക്കുന്ന സമയത്ത് ഭൂമിയിൽ നടക്കുന്ന സാത്താനിക മഹോപദ്രവത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് സാത്താൻ ഇവിടെ വന്ന് അവൻ്റെതായിട്ടുള്ള ആ ദുരുപദേശങ്ങളെ നദി പോലെ ചാടിച്ച് അവൻ അനേകരെ വശീകരിച്ച് വഞ്ചിച്ചുകൊണ്ട് സാത്താനിക ഭരണത്തിനുള്ള, എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിനുള്ള അവൻ്റെ ആ പശ്ചാത്തലം ഒരുക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോഴിവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2 സാക്ഷികൾ ആരാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് 2 ഒലിവുമരവും 2 നിലവിളക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നിലവിളക്ക് എന്ന് പറയുമ്പോൾ സഭയുടെ ശേഷിപ്പാണെന്ന് പറഞ്ഞ സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് വെളിപ്പാട് 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞ അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. അപ്പോൾ നിലവിളക്ക് എന്ന് പറയുമ്പോൾ 7 പൊൻനിലവിളക്ക് 2 നിലവിളക്ക് ആരാണെന്നുള്ളത് സാമാന്യ ബുദ്ധിക്കുള്ള ഒരാൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാകും. ഈ നിലവിളക്ക് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുടെ ശേഷിപ്പാണെന്നുള്ളത് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനെ ഒരിക്കലും അംഗീകരിക്കത്തില്ല എന്നാരെങ്കിലും വാശി പിടിക്കുന്നെങ്കിൽ മാത്രമേ ഈ വ്യാഖ്യാനത്തോട് എതിർക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിത് പഠിച്ചു വരുമ്പോൾ 7 പൊൻനിലവിളക്ക് കണ്ടു, നമ്മളിവിടെ 2 നിലവിളക്ക് കണ്ടു. ഇനി നമ്മൾ മത്തായി സുവിശേഷ ബന്ധത്തിൽ പഠിക്കുമ്പോൾ
കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിളക്കേന്തിയ 5 ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ച് പഠിക്കും. അവരാരാണെന്നുള്ളത് നമുക്ക് പഠിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഒന്ന് വളരെ വേഗത്തിൽ പറയാം. അപ്പം 7 പൊൻനിലവിളക്ക് കണ്ടത് തികവാകുന്ന സഭ ആദിജാതന്മാരുടെ സഭയെ കാണിക്കുന്നു. അവര് കുഞ്ഞാടിൻ്റെ മണവാട്ടിയാണ്, മന്ദിരത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് കാണുന്ന ഈ 2 നിലവിളക്ക് 2 സാക്ഷികളെ കാണിക്കുന്നു. അത് ചന്ദ്രദേവ സഹായിക്കാനുള്ളവർ 2 നിലവിളക്കായിട്ട് കാണിച്ചിരിക്കുന്നത് 2 പുനരുത്ഥാനങ്ങളിലൂടെ ഇവർ സ്വർഗത്തിൽ എത്തിച്ചേരണം. അതുകൊണ്ടാണ് 2 നിലവിളക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചന്ദ്രദേശമാണ്. അവർ നഗരത്തിന്റെ ഭാഗമായിട്ടിരുന്നു. അവർ കുഞ്ഞാടിന്റെ വിവാഹത്തിൽ അവർ കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ തോഴിമാരുടെ ഗണത്തിലാണ് ഇവർ പെടുന്നത്. 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന തോഴിമാരുടെ ഗണത്തിലാണ് ഇവർ പെടുന്നത്. തോഴിമാരുടെ ഗണത്തിൽ പെടാനുള്ളവരാണ് 2 ഒലിവുമരത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരും അതുപോലെ 144,000 ഇസ്രായേലിന്റെ 144,000 ഭൂമിയുടെ ആദ്യഫലമാകുന്നു എന്നുള്ളതും നാം ചിന്തിച്ചു. അവരും ഇവർ ഒരുമിച്ചാണ് 2 സന്ദർഭങ്ങളിലായിട്ട് പുനരുത്ഥാനം പ്രായ 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിലും അതുപോലെ 1ാമത്തെ പുനരുത്ഥാനത്തിലുമാണ് ഇവർ സ്വർഗാസുഖത്തിൽ എത്തിച്ചേരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ചിന്ത, ഒരു ഔട്ട്ലൈനായിട്ട് നമുക്ക് അത് നമ്മൾ പഠിക്കും. മുമ്പോട്ട് പോകുമ്പോൾ അത് എപ്പോൾ സംഭവിക്കുന്നു, എങ്ങനെയാണെന്നുള്ളത് വചനത്തിൻ്റെ ആധികാരികതയിൽ തെളിയിക്കപ്പെടും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്ന ഒന്നും ഇവിടുന്ന് കൊണ്ട് തെളിയിക്കാതെ പോവുകയല്ല ചെയ്യുന്നത്. അത് നമ്മൾ ആ സമയത്ത് വരുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കും. പക്ഷേ ഇതൊരു ഭാഗം പറയുമ്പോൾ മറുഭാഗം കൂടെ പറഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ്. പിന്നെ കൈവിളക്കേന്തിയ ബുദ്ധിയുള്ള കന്യകമാർ 5 പേരെന്നുള്ളത് കുഞ്ഞാടിൻ്റെ മണവാട്ടിയല്ല. അത് മത്തായി 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. അപ്പോൾ സഭയുടെ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ സഭയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദിജാതന്മാരുടെ സഭയുണ്ട്, അത് നൂറുമേനിയാണ്. രണ്ടാമത് കാണുന്നത് തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്നവരുണ്ട്. ചന്ദ്രദേശ അവർ 2ാമത്തെ ഗണത്തിൽ 60 മേനിയാണ്. പിന്നെ ഈ കൈവിളക്കേന്തിയ കന്യകമാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഉൾപ്പെടെയുള്ള നിത്യജീവന യോഗ്യതയായിട്ടുള്ളവരെല്ലാവരും ഉൾപ്പെടുന്നത് ഈ പറയുന്ന ബുദ്ധിയുള്ള കന്യകമാരുടെ ബന്ധത്തിലും അതുപോലെ നിത്യയോഗ്യതയുള്ള ബന്ധത്തിലും വെളിപ്പെടും. അപ്പോൾ 30, 60, 100 മേനി എന്നുള്ളത് മനസ്സിലാകും. പിന്നെ ഈ കന്യകമാർക്ക് പ്രത്യേകത, ഈ കൈവിളക്കേന്തിയ കന്യകമാർക്ക് പ്രത്യേകതയുള്ളത് അവർ ആ കാലഘട്ടത്തിൽ വളരെയധികം കഷ്ടം സഹിച്ച് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അന്നത്തെ കല്യാണ സദ്യയിൽ പങ്കെടുക്കുക മാത്രമല്ല, അവർക്ക് പട്ടണങ്ങളുടെ അധികാരം കൊടുത്ത് ദൈവത്തിൻ്റെ ഭരണത്തിൽ അവരെ യോജിപ്പിക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ വിശാലമായ ഒരു ചിന്താഗതി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം വരാൻ പോകുന്നത് സഭയെടുക്കപ്പെട്ടു പിന്നീട് ഒന്നുമില്ല എന്നുള്ളതല്ല. സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സഭ എവിടെയാണെന്നുള്ളതുണ്ട്, സഭയുടെ ശേഷിപ്പ് എന്താണെന്നുള്ളതുണ്ട്, കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ 5 കന്യകമാരാരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇടത്തും നിൽക്കുന്ന അങ്ങനെ നമുക്കതെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥമായിട്ടുള്ള ഒരു പുസ്തക പഠനം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം 12-ാം അധ്യായത്തെക്കുറിച്ച് പഠിക്കാമെങ്കിൽ ബാക്കിയുള്ള പ്രവചനങ്ങൾ, സെക്രിയ പ്രവചനങ്ങൾ, എഹെസ്കേൽ പ്രവചനങ്ങൾ, ബാക്കിയുള്ള എല്ലാ പ്രവചനങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ അവസാന പുസ്തകം വളരെ ആഴമായി മനസ്സിലാക്കി പഠിക്കാമെങ്കിൽ മറ്റുള്ള എല്ലാം ഇതിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പഠനത്തിൽ കുറച്ച് സമയമെടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പരിശ്രമം തുറന്നു നിൽക്കുന്നു. അപ്പോൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് പഠിപ്പിക്കുവാൻ എളുപ്പമാണ്. അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർ ഭൂമിയുടെ കർത്താവസ്ഥയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു എന്നുള്ളതിന് വളരെ വ്യക്തത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ എന്താണ് പിന്നെ ദണ്ഡു പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റു ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ 2 ഉടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. അപ്പോൾ ഇവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. വാസ്തവത്തിൽ 3.5 വർഷത്തെ ഈ ശുശ്രൂഷ സംബന്ധമായ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം പ്രത്യേക വരം അന്ന് ഇവിടെ ശേഷിക്കുന്നവരുടെ മേൽ പകരും. അതുകൊണ്ട് ഇന്നത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു
ഒരു അനുഭവമാണ് ദൈവം അവിടെ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരൊക്കെ അന്ന് എങ്ങനെയാ നിലനിൽക്കാൻ കഴിയുന്നത്? പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ പരിശുദ്ധമാവിടെ നിൽക്കുമ്പോൾ ഈ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയൊക്കെ എടുക്കപ്പെട്ട ശേഷമായിട്ട് പിന്നീട് ഈ സാത്താനിക മഹോത്സവമൊക്കെ വരുമ്പോൾ എതിർക്രിസ്തു പണ്ടത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ അന്ന് ദൈവം പ്രത്യേക അധികാരമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രാരംഭ സമയം എന്ന് പറഞ്ഞാൽ ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പം കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ സാത്താൻ എതിർക്രിസ്തുവിന് അവിടെ പണം കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആദ്യത്തെ 42 മാസം കൊണ്ട് പ്രാകാരം വരെയുള്ള സ്ഥലത്തേക്ക് അശുദ്ധി കടന്നു ചെല്ലും. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ദണ്ട് പോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെ യാഗപ്പെടുത്തി അത് നമസ്കരിക്കുന്നതിനെ അളക്കുക. അപ്പോൾ ആലയം അശുദ്ധമാക്കപ്പെടുന്നില്ല സാത്താനിക ഉപദ്രവത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ. ഇത് ദണ്ട് കൊണ്ട് അളക്കുമ്പോൾ പ്രാകാരത്തിലേക്ക് മ്ലേച്ഛത പ്രവർത്തിക്കാൻ ഇടയാറ്റുന്നു, പ്രാകാരത്തിലേക്ക് വന്നു. എന്നാൽ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തേക്കും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവർ വയ്ക്കുന്നത് യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്ന അളക്കുമ്പോൾ യാഗപീഠം അളക്കുന്നുണ്ട്, ദൈവത്തിന് ആലയത്തെ അളക്കാൻ തക്കവണ്ണമുള്ള ആലയവും യാഗപീഠം അളക്കാൻ പ്രാകാരം അളക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സഭ പരിശുദ്ധമായി എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വിഴുങ്ങിക്കളയല്ല ചെയ്യുന്നത്, മ്ലേച്ഛത വിഴുങ്ങുകയല്ല ചെയ്യുന്നത്. നമുക്കൊരു വെള്ളപ്പൊക്കം വരുമ്പം വെള്ളം പെട്ടെന്ന് വന്നാൽ മൊത്തം ഒഴുകുകയല്ല, അതിന് ഒരു സമയം വെള്ളം ഒഴുകി ഇപ്പം ഒഴുകി വരുന്നതിന് സമയം എടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് ഓരോ ഭാഗങ്ങളെ കൈവശപ്പെടുത്തി വരികയാണ്. പ്രാരംഭത്തിൽ ചെയ്യുന്നത് ഈ പ്രാകാരത്തിലുള്ളവരെ അല്ലെങ്കിൽ പ്രാകാരമാകുന്ന വെളിയിലുള്ളവരെയാണ് സാത്താനിക ഉപദേശം അവനെയാണ് ആദ്യം പിടിക്കുന്നത്. അപ്പോൾ അളക്കത്തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലായിരിക്കും. അപ്പോൾ അവരെ അളക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കരങ്ങളിൽ അവർ ഉണ്ട്, അവർ അടിമപ്പെട്ടു പോയില്ല. അതുകൊണ്ടാണ് അളക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം യാഗപീഠത്തിൽ നമസ്കരിക്കുന്നവരും അതുപോലെ ആലയത്തോടുള്ള ബന്ധത്തിലുള്ളവരും അപ്പോഴും അവർ അശുദ്ധിയിലേക്ക് പോന്നിട്ടില്ല. എന്നാൽ പ്രാകാരത്തിലുള്ളവർ അത് ആ ഒരു നിലവാരത്തിലുള്ളവർ അവർ പൈശാചിക വഞ്ചനയിലേക്ക് അവർ പെട്ടുപോകുന്നു എന്നതാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജാതികൾ ചവിട്ടിക്കളി എന്ന് പറഞ്ഞാൽ അവിടം വരെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ നഗരത്തോടുള്ള ബന്ധത്തിൽ പൂർണ്ണമായിട്ടുമുള്ള ഒരു കീഴ്പ്പെടുത്തൽ സാത്താൻ ആദ്യം അവന് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അളക്കാനുള്ള സ്ഥലം ദൈവത്തിനോട്. അതുകൊണ്ടാണ് ഇവനോട് അളക്കാൻ പറയുന്നത്. അവൻ രണ്ടുപോലുള്ള കോലുകൊണ്ട് അളന്നു എന്ന് പറഞ്ഞ അർത്ഥം യെരൂശലേം ആകുന്ന ദൈവത്തിൻ്റെ നഗരത്തെ ജാതികളായിട്ടുള്ളവർ അതിനെ ചവിട്ടിക്കളയും, പ്രാകാരം ചവിട്ടിക്കളയും. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അതിൽ അവർക്ക് കഴിയത്തില്ല. അപ്പം മഹോദരകാലത്ത് യെരൂശലേം ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല അവർക്ക്. അപ്പോൾ ജാതികൾ പ്രാകാരമാകുന്ന വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടിക്കളയുന്നതെന്നും ആലയും യാഗപീഠവും അത് നമസ്കരിക്കുന്നതിന് അളക്കത്തക്കവണ്ണം വിശുദ്ധമായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിരിക്കുന്ന ഒരു ശേഷിപ്പ് ഉണ്ട്. അതിനെയാണ് അവിടെ അളക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അളക്കാൻ കഴിയാത്തത് പ്രാകാരമാണ്. പ്രാകാരം എന്ത് ചെയ്തു? വശീകരിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്നാൽ യോഹന്നാൻ 2 കൊണ്ട് അളക്കുവാൻ പറയുന്ന സമയത്ത് പ്രാകാരം ഒഴിവാക്കി ആലയത്തെയും യാഗപീഠത്തെയും അളക്കാൻ കൽപ്പിക്കുന്നത്. എതിർക്രിസ്തുവിന്റെ ഭരണകാലത്താണ് മ്ലേച്ഛത ബിംബത്തെ ആലയത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3.5 വർഷം കൊണ്ട് ജാതികൾ യെരൂശലേം നഗരത്തെ ചവിട്ടിക്കളയും. എന്നാൽ ആലയത്തിലേക്ക് പ്രവേശിക്കത്തില്ല. അതിലേക്ക് പ്രവേശിക്കുന്നത് ദാനിയേൽ പ്രവചനങ്ങളുടെ ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 11-ാം വാക്യത്തെ ആധാരമാക്കി നാം ചിന്തിക്കുന്നത് നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. എന്താ പറയുക? 1290 ദിവസം ചെല്ലും. ഇവിടെ ഒരു കണക്ക് പറയുകയാണ്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചവട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ മധ്യഭാഗത്ത് നിയമത്തെ കഠിനമാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തുള്ള ബന്ധത്തിലാണ്. അപ്പോൾ 1200 ഇപ്പോൾ 7 ഒരാഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 7 വർഷമാണ്. 7 വർഷത്തിൻ്റെ മധ്യഭാഗമാകുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് വരെയും ഉള്ള സമയത്ത് പ്രാകാരം മാത്രമേ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ. മറ്റുള്ളവർക്ക് പ്രത്യേക ദൈവകൃപ ലഭിക്കുന്നതുകൊണ്ട് അവരെ വീഴിക്കാൻ കഴിയത്തില്ല. അവരത് പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് യാഗപീഠത്തിലുള്ളവരെയും അളക്കത്തക്കവണ്ണമുള്ളതിലേക്ക് വരുന്നത്. എന്നാൽ
ഇതിൻ്റെ സമയം പറയുന്നത് നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മിളച്ചമ്പത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും എന്ന് പറയുന്നത് കൃത്യം പറഞ്ഞിരിക്കുകയാണ്. ചെല്ലും. എത്ര ദിവസം വരെ ചെല്ലും? 1290 ദിവസം വരെ ചെല്ലും. അത് ഫിക്സഡാണ്, അത് മാറാത്തതാണ്. അപ്പോൾ ഇത് ഈ ഡാനിയൽ പ്രവചനം പറഞ്ഞു നിർത്തിയത് ഒരു കണക്ക് പറയാൻ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ് 1235 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്ന ഒരു ഭാഗ്യവാൻ. ഇത് കണക്ക് പറഞ്ഞാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം ഇസ്രായേൽ സംഭവിക്കാനുള്ള ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അവരഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എതിർക്രിസ്തുവിൻ്റെ ഭരണമാകുന്ന 3.5 വർഷമാണ്. അപ്പോൾ ആ 3.5 വർഷത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ അവർ വളരെയധികം കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ദൈവിക പവിത്രതമായി അവർ അവർ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആലയമാണ്. അവർ യേശു ക്രിസ്തുവിനെ അല്ല അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു യേശു വന്നതിനെക്കുറിച്ച് അവർ കൂടുതൽ താല്പര്യപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം, കൽപ്പന, അതിനെ അവർ വളരെയധികം അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി നിൽക്കുന്നവരെ കുറിച്ചാണ് 144 ബന്ധമൊക്കെ നമ്മൾ ചിന്തിച്ചത്. ഇവിടെ അത് പറയാണ്, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാകുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. ഇത് ഞാൻ കഴിഞ്ഞ 1-2 പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 7 വർഷം എന്നുള്ളത് മാറ്റമില്ലാത്തതാണ്. സാത്താനിക മഹോപദ്രവവും അത് 3.5 വർഷമാണ്. ആ ദിവസത്തെ ദൈവം കുറയ്ക്കത്തില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് മാറ്റാത്തതാണ്. എന്നാൽ 3.5 വർഷം സാത്താനിക മഹോപദ്രവവും 3.5 വർഷം എതിർക്രിസ്തുവിന്റെ ഭരണമാണ്. അതിനകത്ത് ഒരു ദിവസം പോലും കുറയത്തില്ല. 42 മാസം എന്ന് പറയുന്നത് 42 മാസം എതിർക്രിസ്തു ഭരിച്ചിരിക്കും. അതിൽ ഒരു ദിവസം പോലും കൂടത്തുമില്ല, കുറയത്തുമില്ല. എന്നാൽ ഇവിടെ പറയുന്ന 1290 ദിവസം ചെല്ലുമെന്ന് പറഞ്ഞാൽ ലോകാവസാനം കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത വരണമെങ്കിൽ ഒരു 30 ദിവസത്തെ വലിയ കൊടിയ കഷ്ടകാലമുണ്ട്. ഈ ഒരു ജാതിയും ഇതുവരെയും കാണാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയൊരു കഷ്ടം ഉണ്ടാകും എന്ന് മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നത്, ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രിസ്തുവിൻ്റെ ഭരണം കഴിഞ്ഞിട്ടുള്ള ഒരു മാസം അത് നിശ്ചയമാണ് ഈ പറയുന്ന വലിയ കഷ്ടകാലമുണ്ടാകും. എന്നാൽ 1335 ദിവസം എന്ന് പറയുമ്പോൾ 1260 അധികം 30 എന്നുള്ളത് 1220, ഒരു മാസം ചെല്ലും. അത് കൃത്യമാണ്, ഒരു മാസം അത് ചെന്നിരിക്കും. എന്നാൽ മാക്സിമം 1335 എന്ന് പറയുമ്പോൾ 75 ദിവസം കൂടിയാന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിൻ്റെ ഭരണം അവസാനിച്ച ശേഷമായി. ഞാൻ പറയുന്ന കണക്കുകൾ കൃത്യമാണ്, മാറ്റമില്ലാത്തതാണ്. കർത്താവ് എന്നാണ് കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ആ നാളും നാഴിക അറിയാതിരിക്കുന്നത് എന്ന് വരുമെന്ന് അറിയത്തില്ല, നാഴിക അറിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രതിഷ്ഠയെക്കുറിച്ച് നമുക്ക് നാളും നാഴിക അറിയത്തില്ല, എപ്പോഴാണെന്ന് അറിയത്തില്ല, കണക്കൂട്ടിക്കെടുക്കാൻ പറ്റത്തില്ല. മധ്യാകാശ പ്രതിഷ്ഠത കണക്കൂട്ടിയെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ സന്ദേശം ഇന്ന് രാത്രി ആരെയും കേൾക്കുമ്പോൾ ഇതിവിടെ കിടന്നോട്ട്. കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷമായി യൂട്യൂബിലേക്ക് ഇടുന്നതിന് വേണ്ടിയാണ്. അത് കണക്കൂട്ടി എടുത്ത് പഠിച്ചോണം, മനസ്സിലാക്കിക്കോണം. ദൈവത്തിൻ്റെ വരവൻ നമുക്കറിയത്തില്ല. ഇപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ പ്രതിഷ്ഠ ആർക്കും കണക്കൂട്ടി പറയാൻ കഴിയത്തില്ല. എന്നാൽ അതിന് ശേഷമായിട്ടുള്ള 7 വർഷം എന്നുള്ളത് അത് കൃത്യമായിരിക്കും. സഭ എടുക്കപ്പെട്ടാൽ അന്ന് മുതൽ 3.5 വർഷം സാത്താനിക മഹോപദ്രവവും, അതിനുശേഷം 3.5 വർഷം ഈ പറയുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണം. പിന്നീടുള്ള 30 മുതൽ 75 വരെയുള്ള ദിവസം വരെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് താമസിക്കാം. ഒന്നുകൂടെ ഞാൻ പറയാം, 7 വർഷം കഴിയുമ്പോഴേ അടുത്ത ദിവസം 7 വർഷം കഴിഞ്ഞ് 1-ാമത്തെ ദിവസം കർത്താവ് വരത്തില്ല. ആ നാള് നാഴിക ആർക്കും അറിയത്തില്ല. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരത്തില്ല. സഭ എടുക്കപ്പെട്ട ശേഷമായി സാത്താനിക മഹോദ്രവത്തിനിടയിൽ കർത്താവ് വരത്തില്ല. എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ കർത്താവ് വരത്തില്ല. എന്നാൽ അതിന് ശേഷമായിട്ടുള്ള ഒരു മാസം മിനിമം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് 1290 ദിവസം ചെല്ലും. നിങ്ങളൊന്ന് പേനായിക്കൊണ്ട് അടിവരി കിട്ടും. കാരണം
ചെല്ലും എന്ന് പറഞ്ഞാൽ അഫർമേറ്റീവായിട്ട് പറഞ്ഞിരിക്കുക, അത് വന്നിരിക്കും. 30 ദിവസം കഷ്ടകാലത്തിൻ്റെ പെരിയ കഷ്ടകാലമുണ്ട്. ഇത് എത്ര ദിവസം വരെ പോകാമെന്ന് പറയുന്നത്? അത് 1335 ദിവസത്തോളം എന്ന് പറഞ്ഞാൽ ഈ കാത്തു സൂക്ഷിക്കാൻ മാക്സിമം എന്ന് പറയുന്നത് 75 ദിവസം വരെ പോകാം. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ഉള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് അതിൻ്റെ വ്യക്തമായ കണക്ക് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളെക്കുറിച്ച് നമുക്ക് ഗവനിച്ചെടുക്കാൻ സാധിക്കും. അത് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സഭ എടുക്കപ്പെടുന്ന എന്നാണെന്ന് അറിയത്തില്ല. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് മുതൽ കണക്ക് കൂട്ടിക്കോ 7 വർഷമാകുന്ന 42 മാസത്തിൻ്റെ 2 ഭാഗങ്ങൾ സാത്താനിക മഹോത്സവവും അതിനുശേഷമായ 42 മാസം എതിർക്രിസ്തന്റെ ഭരണം, അതിനുശേഷമായിട്ടുള്ള 1 മാസം കൂടി ഇവിടെ യേശു കർത്താവ് വരത്തില്ല. എത്ര കക്ഷതയുണ്ടെങ്കിലും യഹൂദന് എത്ര നിലവിളിച്ചാലും ആരെല്ലാം ഇവിടെ വരണമെന്ന് പറഞ്ഞാലും വരത്തില്ല. 1290 ദിവസം ചെല്ലും. എന്നാൽ ദൈവത്തിന് കരുണ തോന്നും. അത് കഴിയുമ്പോൾ മാക്സിമം വരെ ഈ എതിർക്രിസ്തുവിൻ്റെ വലിയ പീഡനയുടെ അവസാന സന്ദർഭത്തിലേക്ക്, ലോകാവസാനത്തെ അന്ത്യ നാളുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ കഷ്ടതയുടെ ദിവസം 1335 എന്ന് പറഞ്ഞത് 1260 അധികം 75 1335, 1260 അധികം 30 1290. അപ്പോൾ ഈ വലിയ കഷ്ടതയുടെ കാലം 1 മാസം മുതൽ 75 ദിവസം വരെയാണ്. എന്ന് പറഞ്ഞാൽ 1 മാസം മുതൽ 30 ദിവസം ചുരുങ്ങിയതുണ്ടായിരിക്കും, മാക്സിമം 75 ദിവസമായിരിക്കും. അപ്പോൾ ഈ 1335 ദിവസം വരെ കാത്തു സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെയാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നാം അതിനെ ചിന്തിക്കുന്നത്? കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ളത് 7 വർഷം എന്നുള്ളതും 1 മാസം എന്നുള്ളതും ഫിക്സഡ് ആണ്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൻ്റെ മാസം വരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ പറയുന്ന 7 വർഷവും 1 മാസവും നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരത്തില്ല. എന്നാൽ അതിനുശേഷമായി 1.5 മാസം കൂടി, അഥവാ 30 കഴിഞ്ഞിട്ട് 60 ദിവസം 75 ദിവസം മാക്സിമം 75 ദിവസം വരെ ഇത് പോകത്തുള്ളൂ. എന്നാൽ ദൈവത്തിന് കരുണ തോന്നി ഈ നാളുകളെ ചുരുക്കി. ഞാൻ പറഞ്ഞല്ലോ 2.5 മാസം വരെ, എതിർക്രിസ്തു വണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ 2.5 മാസം വരെ പോകത്തില്ല. 30നും 75 ദിവസത്തിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ കർത്താവ് വരും. അതാണ് കള്ളനെ പോലെ വരാൻ അവൻ നാളും നാഴി അറിയത്തില്ല. പക്ഷെ നാളും നാഴി വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷയാണെന്ന് എല്ലാവരും പഠിച്ച് പ്രാർത്ഥിച്ചൊക്കെ പോകുന്നു, ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്നത്. അത് കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത്തെക്കുറിച്ചാണ്, മഹത്വ പ്രത്യക്ഷത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂരിഭാഗ കാര്യങ്ങളും അത് മുഴുവനും ഇസ്രായേലിനോട് ബന്ധത്തിലുള്ള ലോകാവസാന സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യം, അത് സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കല്യാണ സദ്യയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണ സദ്യയെക്കുറിച്ച് അതൊക്കെ യഹൂദനോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത്തെക്കുറിച്ചും, അത് സഭയെക്കുറിച്ചല്ല പറഞ്ഞത്. സഭയോടുള്ള ബന്ധത്തിൽ നല്ല കർത്താവ് ഇവിടെ ഈ സുവിശേഷനെ കൂടുതൽ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് കാര്യം മനസ്സിലായല്ലോ. എന്താണ് വെളിപ്പാട് ഈ ദാനിയേൽ എഴുതി നിർത്തിയെന്നറിയാമോ? ദാനിയേൽ പറഞ്ഞ ലോകാവസാനം ഉണ്ടാകും, എതിർക്രിസ്തുവിൻ്റെ ഭരണം ഉണ്ടാകും, സാധാരണ ഇത് ഉണ്ടാകും. ഇതിൻ്റെ മാക്സിമം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ഈ പറയുന്ന 1335 ദിവസം സൂക്ഷിക്കും. അപ്പം എതിർക്രിസ്തു ഭരണം ആരംഭിച്ചാൽ മാക്സിമം 1335 ദിവസം വരെയാണ് അവൻ്റെ കീഴിൽ ലോകം ഇടാൻ പോകുന്നത്. 1260 ദിവസം പ്ലസ് 30 എന്നുള്ളത്, 1220 ദിവസം എന്നുള്ളത് അത് ഒരുവിധം അവൻ്റെതായിട്ടുള്ള ഈ അന്ന് സത്യത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പേടിയുള്ള, അല്ലാത്തവർക്ക് ഒരു സുഖം ഒരു കുഴപ്പമൊന്നുമില്ല. അതിനുശേഷമായിട്ട് വലിയ കഷ്ടതയുടെ സമയങ്ങളിലേക്ക്, കിരാതമായ ഭരണത്തിലേക്ക് ഒരുത്തർക്ക് നിൽക്കാൻ വയ്യാത്തൊരു സമയം. അന്നേരം വിശ്വാസം ത്യജിച്ച് കളയും. ഇപ്പോൾ വിശ്വാസം 30, 60, 100 പോകുന്നെങ്കിൽ അന്ന് സഭ എടുക്കപ്പെട്ട ശേഷമായത് 100-ൽ നിന്ന് 60-ലേക്കും പിന്നീട് സാത്താനിക ഉപദ്രവം കഴിയുമ്പോഴത്തേക്ക് ഇത് കുറഞ്ഞ് വന്ന് ഡിസെൻഡിങ് ഓർഡറിലേക്ക് വന്ന് കർത്താവിൻ്റെ വരവ് വരുമ്പോൾ, കർത്താവ് മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചത് ഈ പറയുന്ന ഈ 2.5 മാസം മാക്സിമം ഉള്ള സമയത്ത് വിശ്വാസം നിൽക്കാൻ പറ്റത്തില്ല. അന്നേരമാണ് നാളുകളെ ചുരുക്കി കർത്താവ് വരുന്നത്. ഇതാണ് 1335 ദിവസം എന്ന് പറയുന്നത്. ഇനി ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് ദാനിയേൽ പ്രവചനത്തെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ട്. അതിനകത്ത് 10-34 പേരെ കണ്ടിട്ടുള്ളൂ, അതൊക്കെ നോക്കിയിട്ടില്ല. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കേൾക്കുക. ഇപ്പം ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം തന്നിട്ടിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഞാൻ പറഞ്ഞാൽ ഈ ദിവസത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പറയുകയാണ്, നീ അവസാനം വരുവോളം
പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇത് സാധാരണ ബന്ധുക്കൂസുകാരുടെയും എല്ലാവരുടെയും സഹവാസകാല സൂക്ഷിച്ച് പറയുന്ന കാര്യം. പക്ഷേ അത് അങ്ങനെ നമുക്ക് പറയാനുള്ള വാക്കില്ല. അത് ഓരോ വചനത്തിനും അതിൻ്റെതായിട്ടുള്ള കാലങ്ങളും സമയമുണ്ട്. ദാനിയേൽ വിശ്രമിച്ച് കാലാവസാനത്തിൽ എഴുന്നേറ്റ് വരുന്ന ഓഹരി പ്രായപ്പം വരുമ്പോഴാണോ പുതിയ നിയമസഭ എടുക്കപ്പെടുന്നത്? അതിനാണോ പുതിയ സഭയുടെ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെടുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. പിന്നെ അറിയാത്തത് നമ്മൾ പറഞ്ഞു പോകുന്നു. അത് നീയോ എല്ലാവരും അവസാനം പറഞ്ഞ് യാത്ര പറയുന്നത് അങ്ങനെയാണ്. അത് ഒരു വിശുദ്ധനെ സംബന്ധിച്ച്, പുതിയ വിശുദ്ധനെ സംബന്ധിച്ചല്ല പറഞ്ഞേക്കുന്നത്. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരുന്നത് ദാനിയേലോട് പറഞ്ഞതാണ്. ദാനിയേൽ വരുന്ന സമയത്തല്ല. ദാനിയേൽ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നമുക്കറിയാം, ദാനിയേൽ എഴുന്നേൽക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും കഴിഞ്ഞ് 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിലാണ് ദാനിയേൽ എഴുന്ന കാലാവസാനത്തിലേക്ക് എത്തും. അപ്പോഴാണ് ദാനിയേൽ എഴുന്നേൽക്കുന്നത്. ആ കൂട്ടത്തിലാണോ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെടുന്നത്, മണവാട്ടി സഭ എടുക്കപ്പെടുന്നത്? അല്ല. എന്നാൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായുള്ള കണക്ക് കാര്യങ്ങൾ അറിയത്തില്ല. 1290 ദിവസം എന്നുള്ളതോ 1335 ദിവസം എന്തെന്നുള്ളതോ വ്യക്തമാക്കപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള. ഇപ്പോൾ ഈ പ്രവചനമൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ ഓരോന്നിനും അതതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഏകദേശമായിട്ട് ധാരണ ലഭിച്ചാൽ മാത്രമേ ഓരോ വചനങ്ങളും അത് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ ശരിയായ രീതിയിലുള്ള പഠനം നമുക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ 10 കന്യകമാർ എന്താണെന്നുള്ളതും അതിനകത്ത് 5 കന്യകമാർ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നു, കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്ക് ഞാൻ ആത്മാവിൽ ഗ്രഹിക്കുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ഭരണം 1260 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 30 ദിവസം കൂടി, 30 മുതൽ 75 ദിവസം വരെയുള്ള വലിയ മഹാപീഠയുടെ സമയമാണ്. ആ കാലഘട്ടത്തിൽ അതിനെയാണ് പ്രസവ വേദന എന്ന് പറഞ്ഞിരിക്കുന്നത്. എതിർക്രിസ്തുവിൻ്റെ ഭരണാരംഭം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അപ്പോൾ എന്തുകൊണ്ട് സാത്താന്യ ഉപദ്രവമല്ല എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അതിന് സംശയമില്ലാതെ ഇപ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭം, ഈറ്റുനോവ്, അതുപോലെ തന്നെ പ്രസവ വേദന. അപ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആരംഭമാണ്. സാത്താനിക മഹോപദ്രവം വാസ്തവത്തിൽ അതങ്ങനെ മഹോപദ്രവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് ആ കാലഘട്ടത്തിൽ ഈ സമയത്ത് വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് പ്രതികൂലമില്ലാത്ത ഒരു സാഹചര്യമാണ്. അവർക്ക് പ്രശ്നം ഉള്ളത് മുഴുവനും ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങളോട് ബന്ധത്തിൽ വഞ്ചിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അതല്ലാതെ ഇവരെ ദ്രോഹിക്കാൻ കഴിയത്തില്ല. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ശേഷിക്കുന്നവരെ സാത്താന് ഓടിച്ചിട്ട് കൊല്ലാൻ കഴിയത്തില്ല. അവനെ പിടിച്ചു കൊല്ലാൻ, കാരണം ദൈവത്തിൻ്റെ ചിറകിൻ്റെ സംരക്ഷണം അവർ കൊടുക്കുന്നുണ്ട്. ആ സംരക്ഷണം അല്ലെങ്കിൽ നിൽക്കാൻ കഴിയത്തില്ല. ദൈവമെല്ലാം ഭംഗിയോടെ ചെയ്യുന്നത്, ദൈവം എല്ലാം ചെയ്യുന്നത് വളരെ കൃത്യതയോടും പരിജ്ഞാനത്തോടും സംരക്ഷണം. അതായത് നിങ്ങൾ നോക്ക്, ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ശേഷിക്കുന്നവരെ സാത്താൻ്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. കാരണം അവൻ വാ തുറന്ന് നിന്നവനാ. അവൻ ഈ ആൺകുട്ടിയെ വിഴുങ്ങാൻ വേണ്ടി നിന്നവനാ ഇങ്ങോട്ട് പരാജയനായിട്ട് വന്നിരിക്കുന്നത്. അവൻ്റെ ശക്തി, അവൻ്റെ മുമ്പിലോട്ട് ബാക്കിയുള്ളവരെ ഇസ്രായേലിനെയും അതുപോലെ തന്നെ ദൈവസഭയുടെ ശേഷിപ്പിനെ അവൻ്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത് കർത്താവ്. ദൈവം അവിടെ ചെയ്തിരിക്കുന്നതെന്നറിയാമോ? പ്രത്യേക വരം അന്ന് ഈ സാക്ഷികളാകുന്ന 2 കൂട്ടർക്ക് ദൈവം കൊടുക്കും, ദൈവം നൽകും, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. എതിർക്രിസ്തു അന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവന് യുദ്ധം ചെയ്യാൻ കഴിയാത്ത, പറഞ്ഞാൽ അവൻ്റെ ഉപദ്രവം, അവൻ്റെ പരിപാടികളൊന്നും അവൻ കൊല്ലാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാൻ കാരണം ദൈവം അവർക്ക് കൊടുക്കുന്ന പ്രത്യേക അധികാരമാണ്. അപ്പോൾ ദിവസം എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്യാധീനപ്പെട്ടു പോകുന്ന, അനാഥരായി പോകുന്ന ഒരു കൂട്ടമല്ല ദൈവസഭയുടെ ശേഷിപ്പ്. ഇപ്പം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരും വിചാരിക്കുന്നത് പരിശുദ്ധന്മാർ പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് അനാഥരായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ, കോമണായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ, ദൈവസഭയെ, ഇസ്രായേലേ, നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒന്ന് പ്രത്യാശയോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ദൈവസഭ വരുമ്പോൾ, കർത്താവ് വരുമ്പോൾ നാം എടുക്കപ്പെടും. നമുക്ക് കിട്ടാൻ പോകുന്നത് ചെറിയ കാര്യമാണോ? അല്ല. നമുക്ക് ലഭിക്കാൻ പോകുന്നത് എത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ്. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ലാത്തതാണ് മണവാട്ടി ആദിജാതന്മാരുടെ സഭയെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്.
അത് കാണാൻ വേണ്ടിയുള്ള കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് നാം മറ്റൊന്നും നോക്കത്തില്ല. ക്രിസ്തുയേശുവിൻ്റെ ആ പദവിയെക്കുറിച്ചും ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയെക്കുറിച്ചും നാം ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ഒരു കാഴ്ചപ്പാട് ഒരു വിശുദ്ധൻ്റെ പുതിയ നിയമ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നീട് അവനെ ഉപവസിക്കാൻ വേണ്ടി നിർബന്ധിക്കേണ്ട, ജീവിക്കാൻ വേണ്ടി പറയണ്ട, പ്രാർത്ഥിക്കാൻ വേണ്ടി ആരും പിറകെ നടക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് പക്വത വരും, പരിജ്ഞാനം വരും. എനിക്കിത് വെച്ചിരിക്കുന്നത് ഈ ലോകത്തെ ചവറം തന്നെ ജീവിച്ചാൽ, ജഡത്തെ ജയിച്ച് ജഡിക മോഹ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ സാത്താനെ അവൻ്റെ തന്ത്രങ്ങളെയും ജയിച്ച് സത്യവചനത്തെ ദിവസങ്ങളിൽ നാം അനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ നാം എടുക്കപ്പെടും, നാം ഉയർത്തപ്പെടും, സിംഹാസനത്തിരിക്കപ്പെടും. അതാണ് ഏറ്റവും അതിപ്രധാനം, അതിമഹത്തായിട്ടുള്ളത്. അത് പ്രാപിക്കണം. ആ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, എന്നാൽ അതിനുശേഷം ഇവിടം ലോകം ഒരു ആരുമില്ലാത്ത, ദൈവിക കരുതലില്ലാത്ത അനാഥമായ ഒരു അനാഥ കളരിയായി മാറത്തില്ല. ആരെങ്കിലും കർത്താവിൻ്റെ വരവിന് ശേഷം ഇവിടെ നാം അതിനു മുമ്പ് മരിക്കുകയാണെങ്കിൽ നമ്മൾ പോകേണ്ട മണ്ണാന്തരയിലേക്ക് പ്രവേശിക്കപ്പെടും. കർത്താവ് വന്നിട്ട് നാം എടുക്കപ്പെട്ടാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വല്ല വിധേനയും അവിടെ എത്തിച്ചേരാൻ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്ലാസ് പഠിക്കുന്നത്, ജീവിക്കുന്നത്, ഉപവസിക്കുന്നത്, കാത്തിരിക്കുന്നത് മണവാളൻ്റെ വരവിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. നാം അതിന് ആയിത്തീരണമെങ്കിൽ നാം അവനെ സ്നേഹിക്കണം. അതിൻ്റെ അർത്ഥം ദൈവവചനത്തെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സ്നേഹിപ്പാൻ, കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെ എടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അനാഥരായ ദൈവം വിടത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോട്. കർത്താവ് അറിയാമായിരുന്നു ഈ സഭയ്ക്കകത്ത് 30, 60, 100 മീനിയൊക്കെ ഉണ്ടെന്നുള്ളത്. ദൈവത്തിനെല്ലാം അറിയാം. ദൈവം സൃഷ്ടിച്ച ദൈവത്തെ അറിയത്തില്ല എല്ലാം. ലോകസ്ഥാപനത്തിന് മുമ്പ് പ്ലാൻ ചെയ്തവന് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയത്തില്ലേ? അവനറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വരാൻ പോകുന്ന വലിയ വിപത്തുകളാണ്, സാത്താനിക മുഖോത്തരവുമുണ്ട്. ആ സമയത്ത് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ കൊന്നുകളയാതിരിക്കാൻ വേണ്ടി, ആ സമയത്ത് നിങ്ങളെ പീഡിപ്പിച്ച് ഇല്ലാതാക്കി കളയാതിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, ഒന്നാമത് എടുക്കപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ നിരാശയും വേദനയും ദുഃഖവും ഒക്കെ ഉള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സമയത്ത് ദൈവം കൂടി കൈവിടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെ പോകും? എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ ഉപേക്ഷിച്ച് കളയത്തില്ല. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഉപദേശമല്ല ഞാൻ പഠിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അങ്ങനെ ആരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്നുള്ളത് ഞാൻ എല്ലാവരോടും ഞാൻ വളരെയധികം വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ ഒരിക്കലും ദൈവസഭ എല്ലാവരും എടുക്കപ്പെടത്തില്ല. അങ്ങനെ എടുക്കപ്പെടാതിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ദൈവം അവരെ സൂക്ഷിക്കും. ദൈവം അവരെ അനാഥരായിട്ട് വിടത്തില്ല. അവർക്ക് പ്രത്യേക അധികാരം ദൈവം കൊടുക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ, എന്നാൽ അത് അങ്ങനെയാണെങ്കിൽ ഒരു നിരുത്സാഹപരമായിട്ടൊരു ജീവൻ നയിക്കാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചിന്തിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ പദവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇവിടെ ആ സഭ എടുക്കപ്പെട്ട ശേഷം ഇവിടെ നിന്നിട്ട് വരം ലഭിച്ച് അവിടെ പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മൾ ജയാളികളായിട്ട് അങ്ങ് എടുക്കപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് സാത്താനി മഹോദരോട് വരുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. ഇവിടെ വന്ന് ഭയങ്കര ഉപദ്രവിക്കുന്നത്, അവന് ആരെയും തൊടാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിനറിയാം. അന്നേരം അവൻ്റെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ വാവളം നീക്കി എല്ലാത്തിനും നിന്ന് കളയും. നശിപ്പിച്ച് ഒറ്റണ്ട് പോലും കാണത്തില്ല. അവൻ മുഴുവൻ തൂത്തുകൂട്ടി അവൻ എന്ത് ചെയ്യും? ഇല്ലാതാക്കി കളയും. കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങൾ 3 വലിച്ച് താഴെയിടാൻ കഴിവുള്ളവനാ. അവൻ ഭൂമി വന്നു കഴിയും മൺപൊടികളായിരിക്കുന്ന മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ അവൻ്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒന്നും കാണത്തില്ല. പക്ഷേ അതിന് ദൈവം സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൻ പരാജിതനായിട്ടാണ് വീഴുന്നത്. അതുതന്നെയല്ല, അവനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പരക്കം പായുന്ന സാത്താൻ, പരക്കം പായുന്ന ബുദ്ധിത്വത്തോടെ, വലിയ കോപത്തോടെ ലോകത്തിൽ മുഴുവൻ പരക്കം പായുന്നൊരു കാലഘട്ടമാണ് 3.5 വർഷക്കാലം.
പറഞ്ഞാൽ അറിയാമല്ലോ, അവൻ വല്ലാതെ പരക്കം പായും. ആരെ എങ്ങനെ വീഴിക്കണം, എങ്ങനെ വശീകരിക്കണം എന്നുള്ള രീതിയിൽ പരക്കം പായുന്നൊരു കാലഘട്ടത്തിൽ ഈ പ്രത്യേകമായിരിക്കുന്ന വരം ലഭിക്കുന്ന രണ്ട് സാക്ഷികളുടെ സമൂഹമുണ്ട്. ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ള സാക്ഷികളുടെ സമൂഹം. അത് പഴയ നിയമത്തിൽ ആരെങ്കിലും അതുപോലെ യോബിനെ പോലെയോ അബ്രഹാമിനെ പോലെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരും ഇതിനകത്ത് വരും. എനിക്കത് ആരാന്ന് അറിയത്തില്ല. എന്നാൽ ഇസ്രായേൽ മാത്രമല്ല പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ. ഇസ്രായേൽ എന്നുള്ളത് നമുക്കറിയാം, ക്രിസ്തുവിന് 1500 വർഷം മുമ്പുണ്ടായതാണ് ഇസ്രായേൽ. എന്നാൽ അതല്ലാതെ അതിന് മുമ്പൊക്കെ അതിന് ശേഷമൊക്കെ കർത്താവ് അംഗീകരിച്ച ഒരുപാട് വിശുദ്ധന്മാർ ഉണ്ട്. പിന്നെ പഴയ നിയമത്തിലെ പ്രമാണം അനുസരിക്കുന്ന അതുപോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവകൽപ്പന പ്രമാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഒരു സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ട് ഒലിമരത്തോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അവര് ഒരു രണ്ട് സമൂഹമായിട്ട്. ഒന്ന്, ഇസ്രായേലുള്ള ബന്ധത്തിൽ അവർ 144 പേര് അന്ന് പ്രായമൊക്കെ ഉണ്ട്. അവർ കുഞ്ഞുങ്ങളായിട്ടല്ല. അവര് ഞാൻ പറഞ്ഞല്ലോ, സഭയെടുക്കപ്പെടുന്നതിന് മുമ്പായിട്ട് 144 പേര് തലചേദിക്കപ്പെടാനുള്ളവരെ ദൈവം ജനിപ്പിച്ച് വളർത്തി അവരുടെ നല്ല പ്രായത്തിൽ അവരുടെ യൗവനകാലത്ത് തലചേദിക്കപ്പെടാൻ വേണ്ടി ദൈവം എണ്ണിക്കൊണ്ടിരിക്കുന്ന 144 പേരൊന്നുണ്ടാകും. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു വെക്കേണ്ടത് കേട്ടോ. അല്ലാതെ ചുമന്ന പശുവിനെ കൊണ്ടുവരുന്നതും യെരൂശലേം ദേവാലയത്തിനെ കല്ല് പണിയാൻ കൊണ്ടുവന്നതൊന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ അതൊക്കെ പണിയപ്പെടും. ഈ പ്രാകാരവും ഒക്കെ ചവിട്ടണമെങ്കിൽ യാഗപീഠത്തിലും കിടക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇത് പണിയപ്പെടണമല്ലോ. പണിയപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അത് ഒരു ഭാഗമാണെങ്കിലും ദൈവത്തിന്റെ പദ്ധതി അന്ന് 144,000 പേര് ദൈവം ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12 ഗോത്രങ്ങളിൽ നിന്ന് ജനിപ്പിച്ച് വളർത്തി അവർ യൗവനയുക്തരായിട്ട് നിൽക്കും. കർത്താവിന് വേണ്ടി തലവെച്ചു കൊടുക്കുവാൻ തയ്യാറായിരിക്കും. ഒരു കാലഘട്ടത്തിൽ ഏത് ക്രിസ്തു ഭരണത്തിൽ വരും. എന്നാൽ ഈ സാത്താനിക മഹോത്സവത്തിൽ ഈ രണ്ട് രണ്ട് സമൂഹത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക വരം ലഭിക്കുന്നതുകൊണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവർക്ക് പ്രത്യേക വരം ലഭിക്കുന്നു. അപ്പം അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഇവർ പ്രവചിക്കുന്നത് 1220 ദിവസം ഇവർക്ക് ശുശ്രൂഷയ്ക്കുള്ള കാലഘട്ടമാണത്. അന്ന് അവര് ആ ദൈവസന്നിധിയിൽ രട്ടെടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം കഷ്ടതയിലാണ്. കാരണം അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർക്കത് പ്രവർത്തിക്കാൻ തക്കതായ സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഇവരെ ഉപദ്രവിക്കാനും കഴിയാത്ത വിധത്തിലാണ് ഇവിടെ രട്ടുകൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ദുഃഖത്തെയും കഷ്ടതയും ഒക്കെ കാണിക്കുന്നത്. പക്ഷെ ഇവര് ആ സമയത്തും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. കാരണം രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം ഇവർ പ്രവചിക്കുന്നതിൻ്റെ അർത്ഥം അന്നും ഇവര് ആത്മീയ ദർശനമുള്ളവരായിരിക്കും. ദൈവത്തിന് വരം ലഭിച്ചു കഴിയുമ്പോൾ ദൈവിക മർമ്മങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ലോകമല്ല ഇവരുടെ വിഷയം, ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് ഇവർ നിൽക്കുന്നത്. അവർക്ക് അന്ന് ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അപ്പോൾ ഈ രണ്ട് സമൂഹങ്ങളെ സുവിശേഷത്തിന്റെ സാക്ഷികളായിരിക്കുന്നവരുടെ കൂട്ടത്തിലും മറ്റ് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുമായിട്ടുള്ളവരുടെ വായിൽ നിന്ന് തീ പുറപ്പെടുമെന്ന്. കാരണം ഇവർക്ക് അതൊരു ദൈവം പ്രത്യേക വരം കൊടുക്കുകയാണ് ജീവിച്ചു നിൽക്കാൻ വേണ്ടി. കാരണം സാധാരണ പിടിയിൽപ്പെട്ടു പോകാൻ കഴിയാതിരിക്കാൻ വേണ്ടി ഈ 3.5 വർഷം അല്ലെങ്കിൽ ഒരെണ്ണം പോലും കാണത്തില്ല. അപ്പം ദൈവത്തിന്റെ സംരക്ഷണം ദൈവം ഒരുക്കുന്ന അതാണ്. ഇവരുടെ ആരെങ്കിലും ദോഷം ചെയ്യാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ആരും എടുക്കാൻ പറ്റത്തില്ല. അപ്പം അന്ന് ശേഷിക്കുന്നവരുടെ മേൽ ഈ ഒരു അധികാരവും വരവും ഉള്ളത് കൊണ്ട് ആരെങ്കിലും ദോഷം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവൻ തീക്കകത്ത് ഇവിടെ വായിന്ന് പുറപ്പെടുന്ന തീ കൊണ്ട് മരിച്ചു. ഇത് കാണുമ്പോൾ സാത്താന് വിരളിയ. കാരണം അവന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു വിരളിയും വെപ്രാളത്തിലുമായിരിക്കും. എന്നാൽ അവന്റെ ഇംഗിതം നടത്താക്കാൻ കഴിയാത്തത് ഇവരെ കൊണ്ട് ഇവർ പൊറുതിമുട്ടുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇതായിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് ഇവര് പ്രവാചകന്മാരായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. ഇപ്പം പ്രവാചകന്മാർ എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് നമ്മൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ എന്നുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തലിക പദവിയും പ്രവാചക പദവിയും എന്താണെന്നുള്ളത് ദൈവം എന്ന് വെച്ചാൽ നമ്മൾ പ്രതികാര ദിവസമുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കും. ഇപ്പം ഈ അപ്പോസ്തലിക പദവി ലഭിക്കുക എന്ന് പറഞ്ഞാൽ മണവാട്ടി സഭകളുടെ ബന്ധത്തിലാണ്. പ്രവാചക പദവിയിലേക്ക് ലഭിക്കുന്നത് മണവാട്ടിയുടെ തോഴിമാരുടെ ബന്ധത്തിലുള്ളവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു രീതിയിലാണ്. അത് വെളിപ്പാട് പുസ്തകം 16, 17 അധ്യായം പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും. അതിൻ്റെ വ്യത്യസ്തമായ അപ്പോസ്തലിക പദവിയുള്ളവരെന്താണ്, അതുപോലെ തന്നെ പ്രവാചക പദവി എന്നുള്ളത്. അപ്പൊ ഇവർ പ്രവചിക്കുകയാണ്. ഇവർ ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെടും. എന്നാലോചിച്ച് നോക്ക്. ഇപ്പം ഞാനിവിടെ ശേഷിച്ചിരിക്കട്ടെ,
അപ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ സാധാരണ മതത്തിൻ്റെ സമയത്ത് ഞാൻ അശക്തനായി കഴിവില്ലാത്തവനായി തല താഴ്ത്തി ഓടി നടക്കുകയല്ല ചെയ്യേണ്ടത്. ചെയ്യത്തില്ല, ദൈവം സമ്മതിക്കത്തില്ല. ആ സമയത്ത് പ്രത്യേക സംരക്ഷണം വന്നിട്ട് ദൈവം ഈ പറയുന്ന അന്ന് ശേഷിച്ചിരിക്കുന്നവരുടെ മേൽ അധികാരമുള്ളത് കൊണ്ട്, വരം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഇവിടെ വായിൽ തീവ്രപ്പെടും. അന്ന് തെളിവ് പ്രാപിച്ച് നിൽക്കുന്ന ഈ നിലവാരത്തിൽ നിൽക്കുന്നവരുടെ വായിൽ തീവ്രപ്പെട്ടവരെ കൊന്നുകളയും. പിന്നെ ആരെങ്കിലും അടുക്കാൻ വരത്തില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് നമ്മൾ സാത്താനിക മഹോപദ്രവവും കഴിഞ്ഞിട്ട് എതിർക്രിസ്തു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശുശ്രൂഷകരുടെ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മൾ. അപ്പം ഇതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ന് ലോകം സാത്താൻ്റെ കയ്യിലേക്ക് ദൈവം മൊത്തമായി സഭയും ഇസ്രായേലിനും വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, 3.5 വർഷക്കാലം ഈ പറയുന്ന സാത്താൻ അവൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അതിന് കർത്താവ് പ്രത്യേക അധികാരം കൊടുക്കുന്നില്ല, അന്നേരം അവരെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ 3.5 വർഷമൊന്നും വേണ്ട സാധാരണ എല്ലാവരും നശിപ്പിച്ച് ദൂരെ കളയാനായിട്ട്. ഈ എതിർക്രിസ്തു ഭരിക്കുക പോലും വേണ്ട, വഞ്ചകനിവിടെ വരിക പോലും വേണ്ട. 3.5 വർഷം കൊണ്ട് വേണ്ട സാധാരണ എന്ത് ചെയ്യുക, എല്ലാത്തിനും ഇല്ലാതാക്കി കളയാം. പക്ഷേ ഇവന് അങ്ങനെ നശിപ്പിക്കാൻ കഴിയാതെയും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള വിശുദ്ധന്മാരുടെ എണ്ണം തികയപ്പെടേണ്ടതുള്ളത് കൊണ്ടും ദൈവം അന്ന് കൈവിടാതെ തൻ്റെ കല്ലുകളെ ദൈവം ശേഖരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മന്ദിരത്തിൻ്റെ പണിയെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളൂ, എന്നാൽ നഗരത്തിൻ്റെയും നഗരമതിലിൻ്റെയും നഗര ഗോപുരങ്ങളുടെയും പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ദൈവം ഇവിടെ കാത്തുകൊണ്ടിരിക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ദൈവം വാസ്തവത്തിൽ ഈ സാത്താനിക ഭരണ സാമ്രാജ്യത്തിൻ്റെ കയ്യിലേക്ക് ലോകത്തെ ഇട്ടുകൊടുക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ 7 വർഷം കഴിയുമ്പോഴേ ഇട്ടുകൊടുക്കുകയുള്ളൂ. അതുവരെയും ഈ സഭയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പുതിയ യെരൂശലേമിൻ്റെ എണ്ണം തികയപ്പെടണം. അത് ഒരെണ്ണം പോലും കൂടാൻ പറ്റത്തില്ല, കുറയാനും പറ്റത്തില്ല. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടുന്നവർ വന്നില്ലേ കുഴപ്പമില്ലെന്നേ, ഇച്ചിരി എണ്ണം കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ മണവാട്ടിയുടെ അത് വരാതിരിക്കാൻ മണവാട്ടിയുടെ കൃത്യത വേണം, മണവാട്ടിയുടെ തോഴിമാർ കൃത്യമായിരിക്കണം, മണവാളൻ്റെ തോഴമക്കാർ കൃത്യമായിരിക്കണം. അതിൻ്റെ അകത്ത് മാറ്റം വരാൻ പാടില്ല, കൂടാനും പറ്റത്തില്ല, കുറയാനും പറ്റത്തില്ല. ശരിയല്ലേ? നമ്മുടെ കല്യാണത്തിനൊക്കെ മണവാളനും വേണം, മണവാട്ടിയും വേണം, കൂടെ നിൽക്കാനുള്ള അത്യാവശ്യമുള്ളവരും വേണം. പിന്നെ കല്യാണ സദ്യക്ക് വിളിച്ചവർ വന്നില്ലെങ്കിലും കല്യാണത്തെ അത് ബാധിക്കത്തില്ല. ബാധിക്കുമോ? ഇല്ല. അത് എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. അതുകൊണ്ടാണ് നാളെ ചുരുക്കുന്നത്. പക്ഷേ ഈ കർത്താവിൻ്റെ മധ്യാകാശവരവിന് താമസിക്കുന്നതാണ് അതിൻ്റെ എണ്ണം. ലോകസ്ഥാനത്തിന് മുമ്പുള്ള എണ്ണമുണ്ട്, അത് തികയപ്പെടണം. മന്ദിരത്തിൽ വഴിയാലും ക്രിസ്മസികളുടെ എണ്ണം തികഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. സാധാരണ മതത്തിന് 1200 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഈ നഗരത്തിൻ്റെ ഒരു ഭാഗവും മതിലിൻ്റെ ഭാഗവും പൂർത്തീകരിക്കപ്പെടുന്നത്. പിന്നീടുള്ള എതിർക്രിസ്തുവിൻ്റെ പണ്ടത്തിലാണ് 3 വർഷ സമയത്താണ് നഗരത്തിൻ്റെ ബാക്കി ഭാഗവും അതുപോലെ തന്നെ ഗോപുരങ്ങൾ പണിയപ്പെടുന്നത്. ഇത് പൂർത്തീകരിക്കപ്പെടുന്ന വരെയും ദൈവം ഒരൊറ്റ ദിവസം പോലും കുറയ്ക്കത്തില്ല. എന്നാൽ അതിന് ശേഷമായിട്ട് പിന്നീട് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ഭൂമിയിലാണ് നിൽക്കുന്നത്. ഇവിടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നാൽ മണവാട്ടിയുടെ എണ്ണം കുറയാൻ പാടില്ല, കൂടാനും പാടില്ല, അത് കൃത്യതയായിരിക്കും. മണവാളിൻ്റെ തോഴ്മക്കാരുടെ എണ്ണം കൂടത്തില്ല, കുറയത്തില്ല, അത് കൃത്യമായിരിക്കും. അതുപോലെ തന്നെ മണവാട്ടിയുടെ തോഴിമാരുടെ എണ്ണവും കൃത്യമായിരിക്കും. ഈ എണ്ണം തികച്ചെടുക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സംരക്ഷണം ഈ ഇതിന്മേൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ലോകാവസ്ഥാനത്തോളം വ്രതന്മാരെ ദൈവം വേണം. കാരണം ഇവിടെ വരുമ്പോൾ കർത്താവ് വരുമ്പോൾ ആരുമില്ലാത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് കർത്താവ് വരേണ്ടത്. മഹാരാജാവ് തൻ്റെ മണവാട്ടിയുമായിട്ട് വരുമ്പോൾ അങ്ങനെയാണ് വരേണ്ടത്? അല്ല. അതിനുവേണ്ടി അവനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെയും കല്യാണ സദ്യക്ക് വേണ്ടിയുള്ളവരെ ദൈവം ഒരുക്കി നിർത്തും, അവരെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പം ദൈവ പദ്ധതി നടക്കുക തന്നെ ചെയ്യും. ഇതിൽ നിന്ന് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ മനസ്സിലുണ്ടായിട്ടുണ്ടല്ലോ. മണവാട്ടി സഭ എടുക്കപ്പെടും, അത് എന്നാണെന്ന് അറിയത്തില്ല. അതിനുശേഷമായി 3.5 വർഷം സാധാനിക മഹോത്സവം ഉണ്ടാകും. നഗരത്തിൻ്റെ ഒരു ഭാഗവും മതിലിൻ്റെ ഭാഗവും എണ്ണം പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം 3.5 വർഷം എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ 3.5 വർഷത്തെ ഭരണത്തിൽ രക്തസാക്ഷികളാകും. അവൻ വരുമ്പം മുതൽ തലചേദിക്കുന്ന പരിപാടി തുടങ്ങും. അതാണ് ആരംഭമിടുന്നത്. അതേക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3.5 വർഷം സാധാനികമാവുന്ന ആദ്യ സമയത്ത് ഈ പറയുന്ന 2 സാക്ഷികൾക്കും വരവും പ്രത്യേക അധികാരവും ഉള്ളതുകൊണ്ട് ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ
അവിടെ വായ തുറന്നു കഴിയുമ്പോൾ തന്നെ ഉപദ്രവിക്കാൻ വരുന്നവൻ ഭസ്മമായി പോകും. ഏലിയാവിനെ പിടിക്കാൻ വന്നല്ലോ. ഏലിയാവിനെ പിടിക്കാൻ വന്നിട്ട് പറ്റിയോ? പറ്റിയില്ലല്ലോ, സാധിച്ചില്ലല്ലോ. അവരെ ഭസ്മമായി പോയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലും ആർക്കും ഈ പറയുന്ന രണ്ട് സാക്ഷിയുടെ സമൂഹത്തിൽപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ ഇവർക്ക് പ്രവചിക്കാനുള്ള അധികാരമുണ്ടോ? പ്രവചന കഴിവുണ്ട്. ഇവർ പ്രവചിക്കുന്നതിൻ്റെ അർത്ഥം മഴ പെയ്യുന്നത് മഴ പെയ്യത്തില്ല. ഇതൊരു പ്രത്യേക ഇതാണ്. നമുക്കറിയാമല്ലോ, യോശുവ പ്രവചിച്ചില്ലേ? സൂര്യനോടും ചന്ദ്രനോടും നിൽക്കാൻ പറഞ്ഞില്ലേ? പ്രവചനമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പ്രവചനം. ഇവരെന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. അന്ന് ഇവർ പ്രവചിച്ച് പറയുകയാണ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അന്ന് ആകാശം അടച്ചിടാൻ അവർക്ക് അധികാരമുണ്ട്. ഇത് മാത്രമല്ല, അന്ന് അവർക്കെതിരായിട്ട് എന്താണോ വരുന്നത് അതിനെ അവർക്കത് ചെയ്യാൻ പറ്റും. അപ്പം ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഈ ശേഷിപ്പിലുള്ളവർക്ക് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് അവർ പറയുന്നത് പോലെ നടക്കുള്ളൂ. പ്രവചിക്കുകയാണ്. അവർ പറയാ ഇവിടെ മഴ പെയ്യണ്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്യത്തില്ല. അവർ പറയുക നീ ഇപ്പോൾ ഇല്ലാതായി പോട്ടെന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് ദോഷം ചെയ്യുന്നത് ഇല്ലാതാക്കി കളയും. ഇവര് വാ തുറക്കുന്നത് പ്രവചനമാണ്. എന്ത് പറഞ്ഞാലും അത് എതിരായിട്ടുള്ള വരുന്നവരെ ഇല്ലാതാക്കി കളയും. ഇന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അതായത് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഈ സാത്താനിക മതത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിലും 3.5 വർഷം വാസ്തവത്തിൽ അന്ന് സാത്താൻ ഒന്നും കഴിയാത്ത വിധത്തിൽ ദൈവം പ്രത്യേക വരം കൊടുത്ത് ഇവരെ നിർത്തും എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റം ഉണ്ടാകുമ്പോൾ, ഒരു പ്രത്യേക മാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ സംരക്ഷിച്ച് നിർത്തുന്നില്ലെങ്കിൽ ഇല്ലാതായിത്തീരും. നമുക്കറിയാമല്ലോ, ഭരണമാറ്റങ്ങളൊക്കെ വരുമ്പോൾ സംരക്ഷിച്ച് നിൽക്കേണ്ടതാ, അല്ലെങ്കിൽ ഇല്ലാതായി. ഇപ്പം ഒരു ഏകാധിപതി പെട്ടെന്നൊരു ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെ സംരക്ഷിച്ച് നിർത്താൻ ആരും ഇല്ലെങ്കിൽ അവനിഷ്ടമില്ലാത്തതെല്ലാം കൊന്നുകളയും. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ഒരു പരിശുദ്ധാത്മാവ് ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ, സാത്താനിക മതത്തോട് തുടങ്ങുമ്പോൾ ദൈവം നിൽക്കുന്ന ശേഷിപ്പിലുള്ളവർക്ക് പ്രത്യേക അധികാരം കൊടുക്കും. അവർ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. എന്ത് പറഞ്ഞാലും അത് അതിനാണ് പ്രവചനം എന്ന് പറയുന്നത്. എന്തുവരെ അവർക്ക് ചെയ്യാൻ പറ്റും? മഴ പെയ്യിക്കാതെ ആകാശത്തെ അടയ്ക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവർക്ക് ദോഷം ചെയ്യാൻ വരുന്നവനെ ഇല്ലാതാക്കി കളയാൻ കഴിയും. ഇന്നും ഇതൊക്കെ ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള അധികാരം, അത് എക്സർസൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. നമ്മൾ പറയും അനുഗ്രഹിക്കാൻ വേണ്ടി തന്നിരിക്കുക, അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുക. എന്നാൽ എതിർക്രിസ്തുവിൻ്റെ സാധാരണ പണ്ണത്തിൻ്റെ സമയത്ത് ദൈവരോട് പറയും, നീ കൊല്ലേണ്ടവനെ കൊന്നു, നിനക്കെതിരായിട്ട് വരുന്നവനെ തീ അയച്ച് ഇല്ലാതാക്കിക്കോ. നീ പറഞ്ഞാൽ അവിടെ മഴ പെയ്യത്തില്ല, അവിടെ ആകാശം അടച്ചു കളയും. അങ്ങനെ കഷ്ടപ്പെടുത്തുവാനുള്ള അധികാരം ദൈവം അന്ന് സാത്താനിക മഹോത്തര കാലത്ത് രണ്ട് സാക്ഷികൾ, നമ്മൾ ചിന്തിച്ചു വെച്ചത് നേരെ വിപരീതമായ കാര്യമാണ് ചിന്തിക്കുന്നതല്ലേ. എല്ലാവരും വിചാരിക്കും സാത്താന്യ മുഖത്തിൻ്റെ ആ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇവിടെ ഒരു രക്ഷയില്ലാതെ പരക്കം പാഞ്ഞ് ഓടി നടക്കുന്ന സമയമൊന്നും അല്ല. അങ്ങനെയല്ല. അന്ന് സാത്താൻ അവൻ പരക്കം പായി, അവൻ യുദ്ധം ചെയ്യുമ്പോൾ അവൻ ജയിക്കാൻ കഴിയത്തില്ല. കാരണം ഇവിടെ യഥാർത്ഥമായ ദൈവകൃപയുള്ളവൻ്റെ വായിൽ പ്രത്യേക അധികാരമുണ്ട്. അവൻ വാ തുറന്ന് അവൻ ഇല്ലാതാകാൻ പറഞ്ഞാൽ തീ ഇറങ്ങി ഇല്ലാതാക്കി കളയും. അതുപോലെ തന്നെ അവൻ പറയുകയാണെങ്കിൽ മഴ പെയ്യത്തില്ല. അങ്ങനെ 3.5 വർഷം കൊണ്ട് സാത്താൻ പൊറുതിമുട്ടും. അന്ന് അവൻ്റെ വഞ്ചനയിൽപ്പെടുന്നവരും പൊറുതിമുട്ടും നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ടാകും. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് സാക്ഷിയുടെ സൂക്ഷ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് രണ്ടുകൊണ്ടുള്ള അതുകൊണ്ട് അളക്കുന്നതിനെ കുറിച്ച് മനസ്സിലായല്ലോ. മനസ്സിലാക്കാൻ സാധിച്ചത് ആലയത്തെ ജാഗപ്പെടുത്തുകയും അളക്കും. പ്രാകാരത്തിലുള്ളവർ, ഈ പണലിന്മേലുള്ളവരെല്ലാം ഇതിൻ്റെ പുറകെ പോകും. അവർ വഞ്ചിക്കപ്പെട്ട് സാത്താൻ ഒഴുകുന്ന വെള്ളത്തിൽ അവർ ഒഴുകി നടക്കുമ്പോൾ ഇതിനകത്ത് ദൈവം സൂക്ഷിച്ചു വെക്കും. ദൈവം സംരക്ഷിക്കുന്നവരുടെ അവർക്ക് പ്രത്യേക വരം കൊടുക്കും. അവർ പറയുന്ന കാര്യങ്ങൾ നടക്കും. അവർ പറയുന്ന കാര്യം നടക്കാതെയാണ് പ്രവചിക്കുക എന്ന് പറയുന്നത്. നാളെ മഴ പെയ്യത്തില്ല, ഒരാഴ്ച മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ മഴ പെയ്യത്തില്ല. നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഒരു പറയുക മഴ നിന്നു പോകട്ടെ, ആ ദേശത്ത് മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും. അത് പ്രവചനമാണ്. അതാണ് ഈ 1800 ദിവസം പ്രവചിക്കുന്നത്. അവർ എന്ത് പറഞ്ഞാലും നടക്കും. ദൈവം അതിന് പ്രത്യേക വരം കൊടുത്തിരിക്കുക. നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറയാൻ, കർത്താവേ,
എന്ന് പറഞ്ഞാൽ എത്രയോ പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? പക്ഷെ അന്ന് പ്രവചനാത്മാവിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും. അതുപോലെ തന്നെ സംഭവിക്കുന്ന കാലഘട്ടമാണ്. കാരണം ദൈവത്തിൻ്റെ പ്രത്യേക ചിറകിൻ്റെ കീഴിൽ അവർ സംരക്ഷിക്കപ്പെടുന്നത്. കഴുകൻ്റെ ചിറക് കീഴിൽ ദൈവം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക അധികാരം കൊടുത്തുകൊണ്ട് ഇവർക്കൊരു ദോഷം ചെയ്യുവാൻ ആരെയും സമ്മതിക്കാതെ ദൈവം അവർക്ക് പ്രത്യേക വരം കൊടുത്തിരിക്കുന്നു, അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയത്തില്ല. അവർക്ക് ദോഷം ചെയ്യുവാൻ ആരെയും ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ദോഷം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവന് കാര്യം മനസ്സിലാകുന്നത്. ഇവർ ചില്ലറക്കാരല്ല. ഇവരാരാണ്? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ പിറന്ന സന്തതിയുടെ ശേഷിപ്പിലുള്ളതാ. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, മണവാട്ടി സഭ മാത്രം അല്ല ദൈവത്തിൻ്റെ രക്തത്തിൽ നിന്ന് പിറന്നത്. നമുക്കറിയാമല്ലോ, അതിൻ്റെ ശേഷമുള്ളവരും കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി അവരുടെ മേലുണ്ട്. അവരും ശക്തിയുള്ളവരാ. അവർക്കും ദൈവം ശക്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. കാരണം മണവാട്ടി സഭ മാത്രമല്ല ദൈവസഭ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇവർക്ക് ദൈവം അന്ന് അധികാരം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സകലത്തിന്മേലും അവർക്ക് പ്രവചിപ്പാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രവചനകാലത്ത് മഴ പെയ്യാതെ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കി കളയും. ഇച്ഛിക്കുമ്പോഴൊക്കെ സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. 3 വർഷത്താണ് ഇവിടെ അധികാരം. ഇത് പ്രവചിക്കും. ചിലപ്പം അന്ന് നിൽക്കുന്ന ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ അവന് അവിടെ നോക്കുമ്പോൾ വല്ലാത്ത പ്രയാസമുള്ള സ്ഥലത്താണ് പറയും, നിനക്കൊന്നും വെള്ളം കുടിക്കാൻ കിട്ടത്തില്ല, മുഴുവൻ രക്തമായി മാറും എന്ന് പറയും. ആ ദേശത്തുള്ള വെള്ളം മുഴുവൻ രക്തമാകും. അതാണ് പ്രവചനം. 1500 ദിവസം പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ദോഷം ചെയ്യാൻ പറ്റുന്ന ഒരുത്തനും അവിടെ രക്ഷയില്ല. ഒരു വാ തുറന്ന് എന്ത് പറഞ്ഞാലും ഇത് പ്രവചനമാണ്, നിവർത്തിക്കും. ദൈവം അതിന് അതാ പറഞ്ഞിരിക്കുന്നത്. പ്രവചനകാലത്ത് മഴ പെയ്യാതെ അവനെ അടച്ചു കളയാൻ സാധിക്കും. തീ പുറപ്പെട്ട് കൊന്നുകളയാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരം. ബാധ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പല രോഗങ്ങൾ, പല വിഷയങ്ങൾ, എന്ത് പറഞ്ഞാലും നടക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മുസ്ലിമിൽ ബാധ അയച്ചതുപോലുള്ള ബാധ അയക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ ശേഷിക്കുന്നവർക്കുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞ് വിചാരിക്കുക, എന്നാൽ ആ ഒരു കാലഘട്ടം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി, കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആയുസ്സത്തെ വരെ നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് സുഖവാസ സമയമൊന്നുമല്ല. നല്ല ഉപദ്രവം വരുമ്പോഴാണ് ദൈവം അധികാരം കൊടുക്കുന്നത്. ആ സമയത്ത് ദൈവം കൊടുക്കുന്നത്, പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നത് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. ഇവർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മുഖാന്തരമായിട്ട് സാത്താൻ പൊറുതിമുട്ടും. അവന് ഇവരെ എങ്ങനെയെങ്കിലും ഇല്ലാതെ ചെയ്യണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ആര് പുസ്തകം തുറക്കാനുണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് കുഞ്ഞാടിനെ വെളിപ്പെടുത്തുമ്പോൾ സാത്താനിക സാമ്രാജ്യത്വം ഇവിടെ ചോദിക്കുക, ഇങ്ങനെ ഈ ആർക്കും ഉപദ്രവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും ചെയ്യാതെ വണ്ണം നിൽക്കുന്ന ഇവരെ ആർക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം അന്നത്തെ ലോകത്തിലുണ്ടാകും. ആ സമയത്താണ് ഏകലോക ഭരണത്തിന് വേണ്ടി ലോകം ഇച്ഛിക്കാൻ പോകുന്നത്. കാരണം ഇവർ ലോകത്ത് ചെതറിക്കിടക്കുന്ന ഒരു കൂട്ടമാണ്. ഇവരെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നില്ല സാത്താന്. അവരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരിൽ നിന്നുള്ള അധികാരം കൊണ്ട് ഇവർ പറഞ്ഞാൽ മഴ പെയ്യത്തില്ല, ഇവർ പറഞ്ഞാൽ വെള്ളം രക്തമാകും, ഇവരുടെ വായിൽ നിന്ന് തീ പുറപ്പെടുന്നു. ഇത് നോക്കുമ്പോൾ സാത്താന് വിരളി പൂണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ സ്വർഗാസുഖത്തിൽ നമ്മൾ കണ്ടു, പുസ്തകം തുറപ്പാൻ ആരുള്ളൂ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ കുഞ്ഞാട് വെളിപ്പെടുകയാണെങ്കിൽ ഇവിടെ പൈശാചിക സാമ്രാജ്യത്വം അവൻ നോക്കുകയാണ്. അവൻ കണ്ടുവച്ചിരുന്ന ഇതിനെ ജയിക്കാനായിട്ട് കണ്ടുവച്ചിരിക്കുന്ന ഒരുവനെ അവൻ കണ്ടിട്ടുണ്ട്. അവനാണ് മൃഗം, അവനാണ് എതിർ ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു ജയാളിയായി സ്വർഗാസ്വർഗത്തെ അവനെ വെളിപ്പെടുമ്പോൾ ഇവിടെ സാത്താൻ ഈ പറയുന്ന സമയത്ത് അവൻ പരക്കം പാഞ്ഞ് നടന്നുകൊണ്ട് അവൻ ഒരാളെ അവരോധിക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ തോൽപ്പിക്കുന്ന അന്നത്തെ ലോകത്തിൻ്റെ ഈ സാത്താനിക ഉപദ്രവം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സാത്താൻ്റെ പിന്നാലെ പോകുന്നവർക്കൊക്കെ സുഖമായ കാലമാണ്. ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇവിടെ ഇവർക്ക് ആകപ്പാടെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അന്ന്
ഈ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും അതുപോലെ തന്നെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുടെ ശേഷിപ്പിൽ അവർ പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ട്, അവർ എടുക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സഭയുടെ ശേഷിപ്പും ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുള്ള ബന്ധത്തിലുള്ള ഒരു ഭൂമിയിലുണ്ട്. അവരുടെ ശേഷിപ്പല്ലത്, സഭയുടെ ശേഷിപ്പും അതുപോലെ തന്നെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ ഇവിടെ ഭൂമിയിലുണ്ട്. അപ്പൊ ഇവരാണ് ഒരു തലവേദനകൾ. ഇവരെ ഒന്ന് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എല്ലാം വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണെന്നാണ് ഈ പറയുന്ന സാത്താൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടി അവൻ കരുതി വച്ചിരിക്കുന്ന ഒരുവനാണ് എതിർ ക്രിസ്തു. അവനാണ് വെളിപ്പെടുന്നത്. അവൻ വെളിപ്പെടുന്ന സമയത്താണ് അതിൻ്റെ 7-ാം വാക്യം. അത് നമ്മൾ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞല്ലോ, പശ്ചാത്തലം മനസ്സിലായല്ലോ. എപ്പോഴാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്? അപ്പോൾ സാത്താൻ അവനും അവൻ്റെ സാമ്രാജ്യത്വമല്ലോ അന്നത്തെ മ്ലേച്ഛം നിറഞ്ഞ ലോകം നോക്കുന്നത് മറ്റാരെയുമല്ല, ആർക്ക് ഇവരെ പരാജയപ്പെടുത്തുവാൻ കഴിയും, ആർക്കാണ് ഈ പറയുന്ന സഭയുടെ ശേഷിപ്പായിരിക്കുന്ന അവരെയും അതുപോലെ തന്നെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെയും ഒരു വിധത്തിലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവരൊരു ഏകലോക അധിപനെ വേണ്ടി കാണുകയാണ്. ആർക്കിവരെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആഴത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നതായിട്ട് കാണിക്കുന്നത്. 7-ാം വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അപ്പോൾ ആ സാക്ഷ്യം തികയ്ക്കുന്ന സമയം വരെ ഇവർക്ക് ആ പ്രത്യേക കഴിവുണ്ട്. പക്ഷേ മുഴുവൻ സമയവും തീർന്നു കഴിയുമ്പോൾ ഇവരിൽ നിന്ന് ആ വരം അങ്ങെടുക്കപ്പെടും. ഈ സമയത്ത് മാത്രമേ ഈ പറയുന്നവൻ എതിർ ക്രിസ്തുവിനെ കൊല്ലാൻ കഴിയത്തുള്ളൂ. അവൻ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാലം ദൈവമാണ് അനുവദിക്കുന്നത്. ദൈവം അനുവദിച്ചു കൊടുക്കുന്നവരെയും ഇവർക്ക് ഈ അധികാരം. ഇപ്പം പശ്ചാത്തലം നന്നായി മനസ്സിലാക്കണം. സാത്താനിക മഹോത്സവം നടക്കുന്ന സമയത്ത് അന്ന് സാത്താനെ പിൻപിറ്റില്ലെന്ന് അവൻ്റെ ദുരുപദേശം കഴിപ്പോന്നവർക്ക് സുഖവാസ സമയമാണ്. അവർക്കൊരു പ്രശ്നമില്ല. ഇഷ്ടം പോലെ ചോദിക്കുന്ന എല്ലാം കിട്ടുന്ന കാലഘട്ടമാണ്. അതെ, വീടും നാടും പണവും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിൽക്കുന്നത് അവരുടെ അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പന പ്രമാണിക്കുന്നവർക്കും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ ചുമക്കുന്ന സുവിശേഷമുള്ള ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരുന്ന ദൈവകൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കുന്ന സാക്ഷിയുടെ സമൂഹമുണ്ടായിരിക്കും. അവരിതിൻ്റെ പിന്നാലെ പോകത്തില്ല. അവരെ ഉപദ്രവിക്കാൻ നോക്കും, പക്ഷെ അവരെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് ഉള്ളതുകൊണ്ട്, പ്രത്യേക വരം കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അന്ന് പ്രവചിക്കുന്ന, അവർ വാഗൊണ്ട് സംസാരിക്കുന്നത് അത് സംഭവിച്ചിരിക്കും. മോശയുടെ കാലത്ത് മോശയെ ദൈവം വിക്കനാക്കിയത് മോശ ശക്തനായ പ്രവാചകനായിരുന്നു. മോശയുടെ വിക്ക് ദൈവത്തിന് മാറ്റാമായിരുന്നു. അന്ന് മോശ എന്തു പറഞ്ഞാലും അത് സംഭവിക്കും. ഈ വിക്ക് ഉള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു വരാൻ സമയം എടുക്കുമ്പോൾ അവിടെ മനസ്സിൽ മാനസാന്തരം ഉണ്ടാകും, രക്ഷപ്പെടും. അല്ലെങ്കിൽ ഒരൊറ്റ വാക്കെടുത്ത് ഇസ്രായേലിനോട് നീ എല്ലാം തീർന്നു പോകണമെന്ന് പറഞ്ഞാൽ തീർന്നു പോകാൻ. പ്രവാചകനാണ്, പ്രവചിക്കുന്ന പോലെ സംഭവിക്കും. പക്ഷേ അവൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ കോപമുണ്ടാകുമ്പോഴും അവനത് പെട്ടെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അവന് വിക്കി വരുമ്പോൾ അവൻ്റെ മനസ്സിൽ വരുന്നത് തണുത്തു പോകുന്നിടയെത്തി. പ്രിയപ്പെട്ടവർ, അന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് മോശയെ വിക്കിനായിട്ട് ഉപയോഗിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ അന്ന് സാധാന്യ മുഖത്തിൽ ഉപയോഗിക്കുന്ന പറയുന്ന ആ കാലഘട്ടത്തിൽ വിക്കുള്ളവരായിട്ടല്ല നിൽക്കുന്നത്. അവർ എന്തു പറഞ്ഞാലും അതപ്പോൾ തന്നെ സംഭവിക്കും. അതിനെയാണ് 3.5 വർഷത്തെ ഞെട്ടുഴുത്തുകൊണ്ടുള്ള പ്രവചനം എന്ന് ഇവിടെ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 സാക്ഷികൾക്കും അതിനുള്ള വരമുണ്ട്, അവരത് ചെയ്യും. അതുകൊണ്ട് സാത്താനും അവൻ്റെ ആധിപത്യവും നോക്കുന്നത് ഒരു ഏകലോക ഭരണാധിപതിയെ കൊണ്ടുവരിക. ആർക്ക് ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുമോ അവനെ ലോകത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ പറയുന്ന കാലഘട്ടത്തിൽ അവൻ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതാണ് എതിർ ക്രിസ്തു. ഇവനാണ് ഇപ്പോൾ ഇവരുടെ സാക്ഷ്യം തികഞ്ഞു നിൽക്കുന്ന 3.5 വർഷത്തിലാണ് ഇവൻ പ്രത്യക്ഷപ്പെടുന്നത്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തുനിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. സാത്താൻ അവരെ കൊന്നുകളയാൻ പറ്റിയില്ല. കാരണം ഇത് 3.5 വർഷക്കാലം ഈ സാത്താന്യമായ സമയത്ത് ദൈവം പ്രത്യേക വരം കൊടുത്തുകൊണ്ടാണ്. എന്നാൽ അവരുടെ സാക്ഷ്യം തികഞ്ഞു, അവരുടെ പ്രവചനത്തിൻ്റെ തിരശ്ശീലതയും വിടും. പിന്നീട് അവർ പറയുന്നതൊന്നും സംഭവിക്കത്തില്ല. ആ ഒരു
സമയം വരും. ആ സമയം വരുമ്പോഴാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ആഴത്തിൽ നിന്ന് വരുന്ന മൃഗമാണ് ഇവരോട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സാക്ഷികളോടുള്ള ബന്ധത്തിലുള്ള പശ്ചാത്തലം മനസ്സിലാക്കി ഇവരെ ആരാണ് കൊന്നുകളയുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ആഴത്തുനിന്ന് കയറി വരുന്ന മൃഗമാണ്. അവൻ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, അവൻ ആരാകുന്നു എന്നതിനെ കുറിച്ചാണ് നാം എതിർ ക്രിസ്തുവിൻ്റെ ഭരണമെന്നുള്ള ഒരു വലിയ സുദീർഘമായ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ സാത്താന്യ മഹോത്സവത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലായി, രണ്ട് സാക്ഷികളാരാണെന്ന് മനസ്സിലായി. അന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്ന ഈ ദൈവസഭയുടെ ശേഷിപ്പുള്ളവരും ദൈവകൽപ്പന പ്രമാണിക്കുന്നവർക്കുള്ള പ്രത്യേക വരം എന്താണെന്ന് മനസ്സിലായി. അവർ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ അവരെന്ത് വാഗൊണ്ട് പറഞ്ഞാലും അവർക്ക് ദോഷം ചെയ്യാൻ വരുന്നവർ ഇല്ലാതായിത്തീരും. അവർക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ കാണുമ്പോൾ ആ ദേശത്ത് മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ മഴ പെയ്യത്തില്ല. അപ്പോൾ മ്ലേച്ഛതയുള്ള സ്ഥലം കാണുമ്പോൾ അതേ ആണും പെണ്ണും ഒക്കെയും മ്ലേച്ഛതയിലേക്ക് പൈശാചികൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ അവർ നോക്കി പറയുകയാണ്, ഇവിടെ ഇരുണ്ടു പോട്ടെന്ന് പറഞ്ഞാൽ ഇരുണ്ടു പോകും, വെള്ളം കൊടുക്കുന്നത് വെള്ളം കുടിക്കത്തില്ല. അങ്ങനെ പൈശാചികൻ്റെ സാമ്രാജ്യത്വം അവൻ്റെതായ മ്ലേച്ഛത അത് കവിഞ്ഞൊഴുക്ക് നടക്കുന്ന സമയത്ത് അവരെ ദണ്ഡിപ്പിക്കുന്നത് ഈ പ്രവാചകന്മാരായതുകൊണ്ട് ഇവരെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കണമെന്നുള്ളത് അന്നത്തെ ലോകത്തിൻ്റെ ആവശ്യകതയായി മാറും. ആ ആവശ്യകതയുടെ ഘട്ടത്തിലാണ് ഏകലോക ഭരണത്തിനായി എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അവൻ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് വസം 11-ാമത്തെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിപ്പം നമ്മൾ ചിന്തിക്കത്തില്ല. അത് നമ്മൾ ചിന്തിക്കണമെങ്കിൽ എന്നാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്, അവനെ എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിനുശേഷമായിട്ട് നാം ബാക്കിയുള്ള ഭാഗം ചിന്തിക്കും. അപ്പോൾ തുടർന്ന് നാം ചിന്തിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം എന്നുള്ള ഭാഗത്തിലേക്കാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ ഗതി മനസ്സിലാകുന്നുണ്ടല്ലോ, അത് എന്താണെന്ന് പശ്ചാത്തലം മനസ്സിലാകുന്നുണ്ടല്ലോ. വല്ലാതെ വേഗത്തിൽ എതിർ ക്രിസ്തുവിനെ പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്. എന്താണ് എൻ്റെ സാഹചര്യം എന്ന് മനസ്സിലായിട്ട് വേണം നാം ഈ കാര്യങ്ങളെ ചിന്തിച്ചെങ്കിലേ നമുക്ക് അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 3.5 വർഷക്കാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം എന്നുള്ളത് ബൃഹത്തായ ഒരു അധ്യായമാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട പഠന ഒരു ഭാഗമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം 3.5 വർഷമേ ഉള്ളെങ്കിലും അത് വലിയ ഒരു സംഭവങ്ങളുടെ ഒരു ഭാഗമാണ്. എതിർ ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള രംഗപ്രവേശനത്തിന് തിരശ്ശീല ഉയർത്തപ്പെടുന്നത് സാത്താനിക മഹോത്സവത്തിന് അവസാനത്തോടു കൂടിയാണ്. അപ്പോൾ അന്ന് നടക്കുന്നത് വളരെ വലിയ സങ്കീർണമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ വെളിപ്പാട് 6-ാം അധ്യായം മുതൽ തുടർന്ന് ഈ 19-ാം അധ്യായം അവസാനിക്കുന്ന 20-ാം അധ്യായം തീരുന്നവരെ, ഹർമോദയം തീരുന്നവരെയുള്ള ഭാഗങ്ങൾ കുറിച്ചിരിക്കുന്നത് സാത്താനിക മഹോത്സവ എതിർ ക്രിസ്തു ഭരണത്തെക്കുറിച്ച് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അധ്യായങ്ങളുടെ പഠനമാണ് തുടർന്ന് നമുക്ക് പഠിക്കേണ്ടത്. 20-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിപ്പാട് ദിവസം 6-ാം അധ്യായം മുതൽ നമ്മൾ 12 പഠിച്ചു, 11-ൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ വെളിപ്പാട് ദിവസം 6-ാം അധ്യായം മുതൽ അതിൻ്റെ 19-ാം അധ്യായം വരെയുള്ള അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെയുള്ള ഭാഗങ്ങൾ ഇതിനോടുള്ള ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പം ഈ പറയുന്ന അത്രയും ഭാഗങ്ങൾ പഠിക്കണമെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം എന്നുള്ളത് 3.5 വർഷമേ ഉള്ളെങ്കിലും സംഭവബഹുലമായിരിക്കുന്ന സങ്കീർണമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കാനുള്ള കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനവും എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ്. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ആരാകുന്നു എന്നുള്ളതിൻ്റെ അവൻ്റെ പ്രത്യക്ഷത അല്ലെങ്കിൽ അവൻ രംഗപ്രവേശനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഭാഗത്തേക്കാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. നമുക്ക് മനസ്സിലായി, നമ്മൾ പഠിച്ചത് സാത്താന്യ മഹോത്സവം കഴിഞ്ഞിട്ട് എന്താണ് അന്നത്തെ പശ്ചാത്തലം. അപ്പോൾ സാത്താൻ മഹോത്സവത്തോടെ അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അവന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് അന്നത്തെ പശ്ചാത്തലം നിൽക്കുന്നത്. കാരണം ഇവർക്ക് പ്രത്യേക അധികാരമുള്ളവർ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. 3.5 വർഷക്കാലത്തെ സാത്താന്യ മഹോത്സവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോഴുള്ള ആ സാഹചര്യങ്ങളെ ചിന്തിച്ചു. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് അനുകൂലമായ സാഹചര്യം ഭൂമിയിൽ സാത്താൻ വഞ്ചനയുടെ ലോകഭരണമാകുന്ന എതിർ ക്രിസ്തുവിനെ അതിനിലേക്ക് മാറ്റപ്പെടുത്താൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. അതിനുള്ള സ്വർഗീയ മൗനാനുമതിയാണ്
ദൈവം നൽകുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്ന എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടണമെങ്കിൽ ദൈവം അനുവദിക്കാതെ പ്രത്യക്ഷപ്പെടത്തില്ല. സാത്താന്യ മഹോത്സവത്തിൻ്റെ 3.5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞാട് ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കും. ഇപ്പോൾ വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഈ കൂടുതൽ ഭാഗവും എതിർ ക്രിസ്തുവിന്റെ പഠനം സംഭവിക്കുന്നതാണ്. അതേക്കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കുന്നത് 7 മുദ്ര, 7 കാഹളം, 7 കലശം, 7 ഇടിനാഥത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളിലെ പ്രതികാര ദിവസം, സേനാ ദിവസത്തിന്റെ ആരംഭം എന്നീ ദിവസങ്ങളിലെ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ 7 മുദ്രയെക്കുറിച്ച് പഠിക്കണം, 7 കാഹളത്തെക്കുറിച്ച്, 7 കലശത്തെക്കുറിച്ച്, 7 ഇടിനാഥത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളിലെ 2 ദിവസങ്ങളുള്ള ബന്ധത്തിൽ ഈ എതിർ ക്രിസ്തുവിന്റെ പഠനത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ പഠിക്കണം. പിന്നുള്ള വിഷയം എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷ, അതിനെക്കുറിച്ചുള്ള വിഷയം നമ്മൾ അതിന് മുമ്പായിട്ടുള്ള കുഞ്ഞാണ്ട് കല്യാണം ഇതൊക്കെ നമ്മൾ പഠിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ കർത്താവ് രാജ്യത്തെ ഏറ്റെടുക്കുന്ന വരെയുമുള്ള കാര്യങ്ങൾ വരെയാണ് സാത്താൻ്റെ ഭരണത്തിൻ്റെ 1500 ദിവസമുള്ളത്. അതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് എതിർ ക്രിസ്തു ഭരണം എന്നുള്ള ഭാഗത്ത്. അപ്പം ഈ 3 വർഷത്തെ മൃഗീയ ലോകഭരണത്തെക്കുറിച്ച് വളരെ സങ്കീർണമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. വാക്യക്രമേണ നമ്മൾ ഇവിടെ ഒരുപാട് ചെയ്യും. നമ്മൾ 12 അധ്യായം പഠിച്ചു, 11 അധ്യായം 1 മുതൽ 6 വരെയുള്ള പഠിച്ചു. പിന്നീട് നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഈ പെട്ടെന്ന് 6-ാം അധ്യായത്തിലേക്ക് പോകുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലായാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവരിവിടെ സാധാരണ മഹോത്സവത്തിൽ എന്താണ് സ്ഥിതി എന്ന് മനസ്സിലായി. ഇവന് ആഴത്തു നിന്ന് കയറി എന്ന് മുഖമെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ അത് പറഞ്ഞ് നമുക്ക് പോയാൽ പറ്റത്തില്ല. കാരണം എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കണം. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? പെട്ടെന്നൊരു മൃഗം വരികയല്ല. അതുകൊണ്ട് അനുമതി ആരാണ് കൊടുക്കുന്നത്? സാത്താനല്ല കൊടുക്കുന്നത്, നമ്മുടെ കർത്താവ് തന്നെ മൗനാനുമതി കൊടുക്കുകയാണ്. അവൻ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി, അവൻ രംഗപ്രവേശം ചെയ്യാൻ വേണ്ടി ദൈവമാണ് അനുവദിച്ചു കൊടുക്കുന്നത്. 3.5 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ച്. ഇപ്പം ദൈവകുഞ്ഞാട് മുദ്രകൾ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തിൽ എതിർ ക്രിസ്തുവിന്റെ ലോക ഭരണത്തിന്റെ തിരശ്ശീല ഉയർത്തും. അവൻ രംഗപ്രവേശം, അവൻ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മുതൽ 7-ാമത്തെ ക്രോധകലശം ആകാശത്തിൽ ഒഴിക്കുന്നതോടെ സ്വർഗത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന സംഭവിച്ചു തീർന്നു എന്ന ആജ്ഞയോടുകൂടി അവൻ്റെ ഭരണത്തിന് തിരശ്ശീല വീഴുന്നവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് പഠിച്ചത്? വരാനുള്ള സംഭവത്തെക്കുറിച്ച് പഠിച്ചത്, കുഞ്ഞാടിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭ എടുക്കപ്പെടലിനെ കുറിച്ച് പഠിച്ചു. ഉൾപ്രാപണാനന്തര സഭ എവിടെയാണ് നമ്മൾ പഠിക്കാനിടയായി തീർന്നു. നാം അതിനോടനുബന്ധമായ സാത്താന്യ മഹത്വത്തെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 4-ാമത്തെ സംഭവമായിരിക്കുന്ന സാത്താനിക ഭരണമാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാകുന്നു എന്നുള്ളതിൻ്റെ സന്ദർഭ വിശദീകരണത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അത് എന്ന് ഞാൻ രാത്രി വായിച്ച് അതിൻ്റെ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തന്നിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ദൈവം വെച്ചാൽ ബാക്കി ഭാഗം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഈ പഠനത്തിൽ ഒരു അടുക്കും ചിട്ടയും ഓടുകൂടി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനകത്തൊരു ക്രമമായിട്ടുള്ളൊരു കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആഴത്ത് മൃഗം അവരെ വെട്ടിക്കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് 2 സായിട്ട് മുന്നോട്ടാനൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എതിർ ക്രിസ്തുവിനെ പിന്നെ ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 1-ാമത്തെ മുദ്രയിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് പോകുന്നത്. ഇപ്പം കാര്യം മനസ്സിലായല്ലോ. 11-ാം അധ്യായം 2 സാക്ഷികൾ ആരാണെന്നും അവിടെ ശുശ്രൂഷ എന്താണെന്നും ആ സമയത്ത് അവർ എന്താണ് അവരുടെ പശ്ചാത്തലം എന്ന് അവർ പ്രവചനം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. അതിനുശേഷം 7 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുന്നത് ഇത് അവരെ ഇല്ലാതാക്കാൻ വരുന്നത് ആഴത്തു നിന്നിരുന്ന മൃഗമാണെന്നും അവൻ എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തല ഭാഗം അവൻ വരുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ 6-ാം അധ്യായം നമ്മൾ പഠിക്കണം. 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചിട്ട് നമ്മൾ അതേക്കുറിച്ച് 1-2 വാക്യങ്ങൾ വായിക്കാൻ നമ്മൾ ദൈവകർത്താവിൽ താല്പര്യപ്പെടുന്നു. കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഈ 4 ജീവികളിൽ നിന്ന് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവിടെ പറയുന്നത് ദൈവസഭയുടെ ആദിജാതന്മാരാണ് പറയുന്നത്. ഒരു ശുശ്രൂഷ ബന്ധത്തിൽ ആരാ പറയുന്നത്? നമ്മളാണ് പറയുന്നത്. നീ പ്രത്യക്ഷപ്പെടാൻ പറയുന്നത്, എതിർ ക്രിസ്തുവിനോട് വരാൻ പറയുന്നത് ദൈവസഭയുടെ
ആദിജാതന്മാരുടെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. 4 ജീവികൾ ഒന്ന് പറയുകയാണ്. എന്ന് പറയുമ്പോൾ 4 ജീവികളുടെ ബന്ധത്തിൽ നമുക്കറിയാം, അത് 4 വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ ആണ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് രാജാവിനോടുള്ള സിംഹത്തോടുള്ള ബന്ധത്തിൽ, കാളയോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ, കഴുകിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നില്ല. ഒന്നാമത്തത് പറയുന്നത് എതിർ ക്രിസ്തുവാകുന്ന മൃഗീയ ഭരണത്തോട് പറയുക, വരാൻ പറയുക, അധികാരത്തെ വെളിപ്പെടുത്തുക. അപ്പം രാജകീയ അധികാരമുള്ള ദൈവസഭ പറയുകയാണ്, ഞങ്ങൾ രാജകീയ രാജാക്കന്മാരായി കഥാനോട് നിൽക്കുന്നവരാണ്. നീ ഭൂമിയിൽ നിനക്ക് വാഴാനുള്ള സമയം ദൈവം അനുവദിച്ചിരിക്കുക, നീ വന്നോളാൻ പറയുകയാണ്. അപ്പോൾ വരിക എന്ന് 4 ജീവികളൊന്ന് ഇടിമുഴക്കം പോലെ പറഞ്ഞു കേട്ടു. അതിലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവന് ഒരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പോൾ ഇതുവരെയും ഈ 2 സാക്ഷികളെ ജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സാത്താനും അവൻ്റെ ആൾക്കാർക്കും കഴിഞ്ഞില്ല. കാരണം ഇവർക്കൊരു രക്ഷയുമില്ല. കാരണം ആരെങ്കിലും അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വായിൽ തീ പുറപ്പെടും, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ സംഭവിക്കുക, ദേശത്ത് മഴ കാണത്തില്ല, വെള്ളം രക്തമായി പോകും. പിന്നീട് അവരെന്ത് പറഞ്ഞാലും അത് പറയുന്ന പ്രവചനമാണ്. അവരെന്ത് പറയുകയാണ്, ഇവിടെ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കുക. അതാണ് ഇവിടെ പ്രവചന സമയം. അതുകൊണ്ട് ജയിക്കാനായും ജയിപ്പാനെന്ന് പറഞ്ഞാൽ അന്ന് നിൽക്കുന്ന ഈ സ്ത്രീയുടെ സന്തതി ശേഷിപ്പുള്ളവരോട് അവരെ ജയിക്കാനും അവരെ ജയിക്കുന്നതിനായും ജയിപ്പാനായിട്ടും ഒരുവൻ പുറപ്പെട്ടു വരുന്ന എതിർ ക്രിസ്തുവാണ്. അപ്പോൾ ലോകത്തിന്റെ പാപത്തെ ചുമന്നു നീക്കിയ ദൈവകുഞ്ഞാടൻ ആണ് മുദ്രകൾ പൊട്ടിപ്പാനും പുസ്തകം തുറപ്പാനും യോഗ്യനായവൻ. കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം രക്ഷിപ്പാനും പിന്നീടുള്ളത് ഒരു ന്യായവിധിയുടെ കാലത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ എതിർ ക്രിസ്തു ഭരിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കോപവും ഭൂമിയിൽ ചൊരിയപ്പെടുകയാണ്. അതിനെയാണ് വരാനുള്ള വലിയ കോപം എന്ന് പറയുന്നത്. വരാനുള്ള കോപത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കോപം ചൊരിയപ്പെടുകയാണ്. അപ്പം അതിന് തുടക്കമിടുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ ദൈവം അത് ആരംഭം വിളിക്കുകയാണ്. ഇവനെ വിളിച്ചു വരുത്തിയാണ് വരാൻ പറയുകയാണ്. വരുമ്പോൾ നീ വരിക നെടിമുഴക്ക ശുദ്ധി 4 അധികാരത്തിൽ പറയുന്നത്. 1ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ളക്കുതിര പുറത്ത് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ക്രിസ്തുവാണ്. ഇനി അതാണെന്ന് നമ്മൾ എങ്ങനെയാ തെളിയിക്കുന്നത്? എങ്ങനെ വെള്ളക്കുതിര പുറത്ത് വരുമ്പോൾ അതിൻ്റെ തെളിവ് എങ്ങനെയാണ് നാം തെളിയിക്കുന്നത്? വെളിപ്പാടത്ത് നമ്മൾ വായിച്ചു. അപ്പം ഞാനിത് പറഞ്ഞു, ഇത് എതിർ ക്രിസ്തുവാണ്. വെള്ളക്കുതിര പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം സമാധാനത്തെയാണ് കാണിക്കുന്നത്. സമാധാനം ഘോഷിച്ചുകൊണ്ട് വരിക. അവൻ വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ദാനിയേൽ, എഗസ്കേൽ എന്നീ പ്രവാചകന്മാർ ഇതേക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അപ്പം അതിൽ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കും. ഈ പുസ്തകം തുറക്കുന്നതിനെക്കുറിച്ച്, പുസ്തകം തുറക്കുന്നതിനെ കുഞ്ഞാൾ മുദ്രകളൊന്ന് പൊട്ടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പുസ്തകം തുറക്കണമല്ലോ. അതിൻ്റെ 1ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ സ്വർഗാസ്വർഗത്തിൽ ഉള്ള സംഭവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാകും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികായൻ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ന്യായവിസ്താര സഭ 7-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ദാനിയേൽ പ്രവചനത്തിൻ്റെ ഭാഗം. ഈ പുസ്തകങ്ങൾ തുറന്നുവെന്ന് ദാനിയേൽ പ്രവചിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ദാനിയേൽ അവിടെ കാണുന്നതും വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ന്യായവിസ്താര സഭ ഇരുന്നത് എന്താണ്, അന്ന് പുസ്തകങ്ങൾ തുറന്നു എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു വിശകലനം വരുമ്പോൾ ഈ 7 മുദ്രയിട്ടിരിക്കുന്ന പുസ്തകം തുറക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നാം വായിക്കുന്നത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ നാട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന് മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭയിരുന്നു. അപ്പോൾ
ഇവിടുത്തെ സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അഗ്നി നദി ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം, അതായത് ദൈവത്തിൻ്റെ ആ കോപത്തെക്കുറിച്ചാണ് അഗ്നി നദി ഒഴുകുന്നത്. അഗ്നി, കർത്താവ് പറഞ്ഞു നമുക്ക് ബന്ധമുള്ളത് ദഹിപ്പിക്കുന്ന അഗ്നിയോടാണെന്നാണ് പറയുന്നത്. നമുക്ക് കാര്യമുള്ളതാണ് ദഹിപ്പിക്കുന്ന അഗ്നിയോടെ കാര്യമുള്ളത്. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നം മലർന്നു പറ്റും. അപ്പോൾ അഗ്നി നദി ഒഴുകുമെന്ന് പറഞ്ഞാൽ ഈ സകലത്തെയും ദഹിപ്പിക്കുന്ന, സകലവും നഗ്നം മലർന്നുമായി കിടക്കുന്ന, അതെ, ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്നവൻ ന്യായാധിപ സ്ഥലത്ത് നിന്ന്, സ്വർഗത്തു നിന്ന് അഗ്നി നദി ഒഴുകുന്നതോട് കാണിക്കുന്നത് ഭൂമിയിൽ ചൊരിയപ്പെടാൻ പോകുന്ന ദൈവകോപത്തെക്കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അഗ്നി നദി ഒഴുകി. അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സിംഹാസനത്തിൽ ഒഴുകുന്ന അഗ്നി നദി ഒഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. അപ്പോൾ 3.5 വർഷം കഴിയുമ്പോൾ സ്വർഗത്തിൽ സഭ എത്തിയ ശേഷമായി ഈ പുസ്തകങ്ങൾ തുറക്കുന്നതിനുള്ള ബന്ധത്തിൽ വെളിപ്പെടുമ്പോൾ ജയാളിയായ യേശുക്രിസ്തു ജയാളികളായ ആദിജാതന്മാരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന ഇത് അവരിയ്ക്കുന്ന സിംഹാസനം, അത് ന്യായവിസ്താരത്തിനുള്ള സിംഹാസനമായി, അഥവാ ന്യായം അവർക്ക് ന്യായവിധിയുടെ ഉള്ള സമയത്തേക്ക് സ്വർഗീയ സിംഹാസനം അത് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യായവിസ്താര സഭ ഇരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യായവിസ്താര സഭ ഇരുന്നു, ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഈ പുസ്തകങ്ങൾ തുറന്നു എന്നുള്ളത് നമ്മളിവിടെ 3 കാര്യങ്ങളെക്കുറിച്ചാണ് രാത്രി നമ്മൾ ഈ പഠനത്തിൽ ചിന്തിക്കുക. 1, ന്യായാസനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2, ന്യായവിസ്താര സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3, ഈ പറയുന്ന പുസ്തകങ്ങൾ തുറക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ 24 മൂപ്പന്മാർ സിംഹാസനിക്കുന്നതിനെ കുറിച്ച് കണ്ടിരുന്നു, സ്വർഗീയ ആരാധനയെക്കുറിച്ച് മനസ്സിലായിരുന്നു. പക്ഷേ ഇവിടെ ദാനിയേൽ കാണുമ്പോൾ ദാനിയേൽ പറയുന്നത് ന്യായാസനങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ദൈവിക ന്യായാസനം ഇരിപ്പാനുള്ള അധികാരം തികവ് പ്രാപിക്കുന്ന 24 മൂപ്പന്മാരുടെ ബന്ധത്തിൽ നാം പഠിച്ചിരുന്നു. അപ്പം സഭയുടെ ഉൾപ്രാവണാനന്തര സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ന്യായവിസ്താര സഭ ന്യായവിസ്താരം കണ്ടെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 24 മൂപ്പന്മാർ ഇരിക്കുന്ന 24 സിംഹാസനെ കുറിച്ചാകുന്നു ഇവിടെ ന്യായാസനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സിംഹാസനത്തിൽ, അഥവാ ന്യായം വിധിക്കാൻ അധികാരമുള്ള യേശുക്രിസ്തുവിൻ്റെ സിംഹാസനമാണ് 24 അവിടെ കാണിച്ചിരിക്കുന്നത്. അതിലിരിക്കുന്ന ദൈവസഭയ്ക്ക് അധികാരമുണ്ട്. അതിനെയാണ് ന്യായാസനങ്ങൾ അഥവാ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി ദാനിയേൽ അത് ന്യായാസനങ്ങളെന്നേ കണ്ടുള്ളൂ. എത്രയെന്ന് എണ്ണം കണ്ടില്ല. ആരാണത് ഇരിക്കുന്നതിനെക്കുറിച്ച് അവൻ വെളിപ്പെടുത്തിയില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ ആ ദർശനം മറനീക്കി വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ കണ്ടത് ന്യായാസനങ്ങൾ കണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ന്യായാസനങ്ങൾ കണ്ടു എന്ന്, പുസ്തകങ്ങൾ തുറന്നു എന്ന് മാത്രമാണ് പറഞ്ഞെങ്കിൽ അത് ബാക്കി ഭാഗം മറയപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മറനീക്കി വെളിപ്പെടുത്തി അതിന്മേൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മറനീക്കി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നമ്മളാണ് അവിടെ ഇരിക്കാൻ പോകുന്നത്. സ്വർഗീയ ദർശനത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുന്നവർക്കാണ് ഇത് വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ ദാനിയേൽ ന്യായാസനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമാക്കി കണ്ടു 24 സിംഹാസനങ്ങളുണ്ട്. അതിൽ ഇരിക്കുന്നത് 24 മൂപ്പന്മാരാണ്. അത് ആദിജാതന്മാർ, അതായത് പഴയ നിയമത്തിൽ ഇസ്രായേലിന് മറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് അത് വെളിപ്പെട്ടിരിക്കുന്ന, മറനീക്കി വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറനീക്കി വെളിപ്പെടുത്തിയതാ. കാലങ്ങളായി, വർഷങ്ങളായി, അതേ ലോകസ്ഥാപനം മുതൽ അനേകർക്ക് മറിഞ്ഞിരിക്കുന്നതാണ് സ്വർഗീയ സിംഹാസന ദർശനം. അവർക്ക് ന്യായാസനങ്ങളെന്ന് മാത്രമേ മനസ്സിലാക്കുള്ളൂ. പിതാവാൻ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ന്യായാസനങ്ങൾ ഇരിക്കുന്ന ആരാണെന്നോ അവരാരാണെന്നോ എന്ന് പഴയ വിശുദ്ധന്മാർക്ക് ഇസ്രായേലിന് അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, പരിശുദ്ധാത്മാവ് നമുക്ക് സ്വർഗീയ സിംഹാസന ദർശനം വെളിപ്പെടുത്തി തന്നിരിക്കുക. അവിടെ ദാനിയേൽ കണ്ട ന്യായാസനങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ
യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, യോഹന്നാനെ, നീ ഉൾപ്പെടുന്ന ആദിജാതന്മാരുടെ സഭയാണ് ഈ പറയുന്ന ദാനിയേൽ കണ്ട ന്യായാസനങ്ങൾ ഇരിക്കാൻ പോകുന്നത്. അത് 24 സിംഹാസനം കൊണ്ടായിരിക്കുമെന്ന് ദാനിയേൽ വെളിപ്പെടുത്തി. അത് കർത്താവിൻ്റെ ഏറ്റവും അധികം സ്നേഹിച്ച ആ യോഹന്നാനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ അവനെ സ്നേഹിക്കുന്ന നമുക്കും ഇന്ന് രാത്രി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രിയിൽ അവിടെ ദാനിയേലിനും പഴയ വിശുദ്ധന്മാർക്കും പഴയ പ്രവാചകന്മാർക്കും എല്ലാം മറഞ്ഞിരിക്കുന്ന സ്വർഗീയ സിംഹാസന ദർശനത്തെ മറച്ചു വെച്ചിരിക്കുന്നതിനെ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അവനവന്റെ ഭാഷയിൽ തന്നിട്ടുണ്ട്. ദിവസങ്ങൾ വായിച്ച് മനസ്സിലാക്കി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം എഴുതി വെച്ചിരിക്കുന്ന മർമ്മമേറിയ ശ്രേഷ്ഠമേറിയ പദവി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ കണ്ണുകൾ തുറക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ സ്വർഗീയ ദർശനത്തിന്റെ വെളിപ്പാട് ലഭിക്കുകയുള്ളൂ. ദാനിയേൽ ന്യായാസനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി 24 സിംഹാസനം ഇരിക്കുന്ന മൂപ്പന്മാർ, അത് നമ്മളെ പ്രതിനിധിക്കുന്ന നമ്മളാണ് അവിടെ ഇരിക്കുന്നത്. ദാനിയേൽ പറഞ്ഞു, ദാനിയേലെ, നീ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ ഇരിക്കുന്നവർ. അതാണ് ന്യായാസനങ്ങൾ. ന്യായവിസ്താര സഭ എന്നതിൻ്റെ പറഞ്ഞിരിക്കുന്നത്, ന്യായവിസ്താര സഭ സ്വർഗാസ്വർഗത്തിരിക്കുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണാരംഭം മുതൽ ഭരണാവസാനം വരെ ആകുന്നു. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 23-26 വാക്യങ്ങൾ. അവൻ പറഞ്ഞതോ, 4ാമത്തെ മൃഗം ഭൂമിയിൽ 4ാമതായി ഉത്ഭവിപ്പാനുള്ള ഒരു രാജ്യം തന്നെ, അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെ തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ള 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന് വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭയിരുന്ന് കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്ത്യം വരെ നശിപ്പിച്ചു മുടിപ്പിക്കും. അപ്പൊ ഇവിടെ കാലവും കാലങ്ങളും കാലാംശം 3 വർഷം, കാലം 1 വർഷം, കാലങ്ങൾ എന്നുള്ള 2 വർഷം, 2 1 3, കാലാംശം 3.5 വർഷം. 3.5 വർഷമാണ് എതിർക്രിസ്തുവിന്റെ ഭരണം. ഈ സമയത്ത് ന്യായവിസ്താര സഭയിൽ 24 മൂപ്പന്മാർ അവിടെ ഇരിക്കുമ്പോൾ, ദൈവസഭ അവിടെ ദൈവീയ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾ സ്വർഗത്തിൽ ന്യായവിസ്താര സഭ ഇരുന്നു എന്ന് പറയുന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് ദാനിയേൽ പ്രവചനം എതിർക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവചനഭാഗം മുഴുവൻ ഇപ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല. അത് മൊത്തമായിട്ടുള്ള ആ 10 കൊമ്പുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് നമ്മൾ പഠിക്കും. എതിർക്രിസ്തുവിന്റെ കുറിച്ച് ആരാകുന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ന്യായവിസ്താര സഭ എന്നുള്ളതാണ്. അപ്പൊ ന്യായവിസ്താര സഭ എപ്പോൾ ഇരിക്കുന്നു, എന്തിനിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ ഞാൻ വായിച്ച ഭാഗത്ത് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അതല്ലാതെ 10 കൊമ്പുകളെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പ്രവചിക്കത്തില്ല. അത് എതിർക്രിസ്തു ആരാകുന്നു, എവിടുന്ന് വരുന്നുള്ള വിഷയത്തെ നമ്മൾ ആ 10 കൊമ്പുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ന്യായാസനങ്ങൾ, ന്യായവിസ്താര സഭ എന്നുള്ളതാണ്. അപ്പൊ ന്യായവിസ്താര സഭ ഇരുന്നുകൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്ത്യം വരെ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിന്റെ ഭരണാരംഭം മുതൽ അവന്റെ അവസാനം വരെയാണ് ന്യായവിസ്താര സഭ സ്വർഗത്തിലെ ആരാധനയും അതിനോടനുബന്ധമായ കാര്യങ്ങളോടുള്ള എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴത്തേനെ കാണുന്നത് ന്യായവിസ്താര സഭ ഇരുന്ന് അവര് ഈ പറയുന്ന സിംഹാസനം ഇരുന്നുകൊണ്ട് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഇരിക്കുന്ന സഭയാണ് ന്യായവിസ്താര സഭ സ്വർഗാസ്വർഗത്തിരിക്കുന്നത്. അവര് എടുത്ത അന്ത്യം വരെ നശിപ്പിച്ച് മുടിപ്പിക്കുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 20-21. അപ്പോൾ ഈ ന്യായവിസ്താര സഭ സ്വർഗത്തിരിക്കുന്നത് എതിർക്രിസ്തുവാകുന്ന മൃഗത്തിന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അവസാനം വരെ അവനെ നശിപ്പിച്ച് മുടിപ്പിക്കുന്ന കാലം വരെയാണ് എന്ന് എതിർക്രിസ്തു ഭരണകാലയളവ് 3.5 വർഷമാകുന്നു എന്നുള്ളതാണ് ന്യായവിസ്താര സഭ ഇരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ന്യായാസനങ്ങൾ എന്താണെന്ന് മനസ്സിലായി. 24 മൂപ്പന്മാരിരിക്കുന്ന സിംഹാസനങ്ങളാണ്. ന്യായവിസ്താര സഭ എന്തെന്ന് മനസ്സിലായി. അത് ആ സിംഹാസിരിക്കുന്നവര് എതിർക്രിസ്തു ഭരണാരംഭം മുതൽ അവൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടങ്ങൾ നടക്കേണ്ടുന്ന ഓരോന്നും ഈ പറയുന്ന ദൈവസഭയുടെ ആദിജാതന്മാരുടെ ബന്ധത്തിലാണ് ശുശ്രൂഷ അവിടെ നിർവഹിക്കപ്പെടുന്നത്. അതിനെയാണ് ന്യായവിസ്താര സഭ ഇരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒന്നുമില്ലാത്തവരാ, എന്നാൽ സ്വർഗത്തിൽ പോയി ന്യായവിസ്താര സഭയിൽ ഇരിക്കാനുള്ള പദവി ലഭിക്കുന്ന ദൈവമക്കളെ
ഈ ദിവസം ഇരുന്ന് കരഞ്ഞുകൊള്ളണം കേട്ടോ, പ്രാർത്ഥിച്ചുകൊള്ളണം കേട്ടോ. ലഭിക്കാൻ പോകുന്ന പദവി ഓർത്തു കഴിഞ്ഞാൽ എത്ര ശ്രേഷ്ഠമാണ്. രാത്രിയിൽ സമയം തീർന്നുകൊണ്ട് പലരും ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ രാത്രി ഇരിക്കുന്ന ഒരു പുസ്തകം കൂടി പറഞ്ഞു ഇവിടെ നിർത്താം. പുസ്തകങ്ങൾ എന്ത് തുറക്കുന്നതിന് എന്തിനെ പറഞ്ഞിരിക്കുന്ന കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പുസ്തകത്തിൽ ഭാവികാല സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ 2 സന്ദർഭങ്ങളിലാണ് ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ പുസ്തകങ്ങൾ തുറക്കുന്നതിനെക്കുറിച്ച് പറയുക. അതിൻ്റെ ഒന്നാമത്തേത് സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയിട്ടൊരു പുസ്തകമാണ്. രണ്ടാമത് കാണുന്നത് മരിച്ചവർ ആഭാരവൃന്ദം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ തുറക്കപ്പെടുന്ന പുസ്തകങ്ങളാണ്. എന്നാൽ ഇവിടെ ഈ പറയുന്ന രണ്ടാമത്തെ സംഭവമല്ല നടക്കുന്നത്. രണ്ടാമത്തെ സംഭവം നടക്കുന്നത് ഒടുക്കത്തെ നാളിലാണ്. അപ്പോൾ ഇതെല്ലാം കഴിയും. പിന്നീട് ഇതൊക്കെ സംഭവമൊന്നുമില്ല. അതുകൊണ്ട് അതല്ല. അപ്പോൾ എങ്ങനെയാണെങ്കിൽ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ ഈ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയിടപ്പെട്ട പുസ്തകമാണ് തുറക്കപ്പെടുന്നത്. അതിനെക്കുറിച്ചാണ് ദാനിയേൽ കണ്ടപ്പോൾ പറഞ്ഞത് പുസ്തകങ്ങൾ തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 7 മുദ്രയാൽ ഇട്ടിരിക്കുന്ന മുദ്രകൾ 7 പൊട്ടിച്ച് തുറക്കുന്ന പുസ്തകത്തോടുള്ള ബന്ധത്തിലാണ് അവൻ പറഞ്ഞത് പുസ്തകങ്ങൾ തുറന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് രാത്രിയിൽ നാം ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ന്യായവിസ്താര സഭ, ഇവിടെ ന്യായാസനങ്ങൾ കണ്ടു, ന്യായവിസ്താര സഭ ഇരുന്നു, അതുപോലെ തന്നെ 7 മുദ്രയുടെ പുസ്തകം തുറക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ഈ പുസ്തകങ്ങൾ തുറക്കുന്നത് എപ്പോഴാണ്? ന്യായവിസ്താര സഭ ഇരിക്കുന്ന എപ്പോഴാണ്? ക്രിസ്തുവിന്റെ പണം ആരംഭിക്കുമ്പോഴാണ്. അപ്പോൾ പുസ്തകങ്ങൾ തുറന്നെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ദൈവം വെച്ചാൽ നാളെ നമുക്ക് ഭാഗ്യഭാഗം ചിന്തിക്കാം. ഇന്ന് രാത്രി കണ്ണുകടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് സുദീർഘമായ ഒരു ക്ലാസ് ആയിരുന്നെങ്കിലും നിങ്ങൾക്കതിൻ്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവം വെച്ചാൽ വരുന്ന ആഴ്ചയിൽ കർത്താവ് വരാൻ താമസിച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കണമേ. ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.